വലിയ പ്രവൃത്തികളാൽ സ്വർഗത്തിലെ ദൈവം നമ്മളെ നിറയ്ക്കുന്നല്ലോ. ഇത് അത്ഭുതത്തിന്റെ സമയമാണ്. കർത്താവിന്റെ വലിയ പ്രവൃത്തികളെ അനുഭവിക്കുകയും ദൈവസന്നിധിയിൽ ഇന്നത് മുഴുവനും നമ്മുടെ ജീവിതത്തിൽ കാണത്തക്കവണ്ണം വെളിപ്പെട്ട് വരുന്ന സമയമാണ്. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ ഇന്ന് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ ഇന്ന് വിശ്വസിക്കുന്നവരെല്ലാം കർത്താവിന്റെ തിരുസന്നിധിയിൽ ഏറ്റുപറയാം. കാൽവരി ക്രൂശിൽ എൻ്റെ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ ഇനി പാപിയല്ല, ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ രോഗത്തിനോ രോഗശക്തിക്കോ രോഗത്തിന്റെ ദുരാത്മാക്കൾക്കോ എൻ്റെ മേൽ അവകാശമില്ല. ദിവ്യാരോഗ്യത്തോടെ ദീർഘായുസോടെ ഇരുന്ന് ഞാൻ കർത്താവിന്റെ പ്രവൃത്തികളെ വർണ്ണിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ജാതികളുടെ നടുവിൽ എൻ്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യ എൻ്റെ പ്രജയമറിയും. എൻ്റെ തലമുറകളെ കാണുന്നവരൊക്കെയും യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറ എന്ന് പറയും. ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. ദൈവത്തിന്റെ വലിയ പ്രവൃത്തിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ വലിയ മഹത്വത്തിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ നിന്ന് മുന്നോട്ട് പോകാം. സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിക്കട്ടെ. സ്വർഗത്തിലെ ദൈവം സകല മേഖലകളിലും ദൈവം നമ്മളെ സഹായിക്കുന്നതിന് നന്ദി പറയുന്നു. എല്ലാ മേഖലയിലും ദൈവം നമ്മളെ സാക്ഷ്യമാക്കി മാറ്റുന്നല്ലോ. ദൈവത്തിന്റെ കൃപയ്ക്കായി ഞാൻ വാഴ്ത്തുന്നു. ഇത് അത്ഭുതത്തിന്റെ സമയമാണ്. ദൈവപ്രവൃത്തികളെ അനുഭവിക്കുന്ന സമയമാണ്. ദൈവത്തിന്റെ വലിയ മഹത്വം എന്ന് വെളിപ്പെടുന്ന സമയമാണ്. അതുകൊണ്ട് നിങ്ങൾ തകർന്നു പോകത്തില്ല. നിങ്ങൾ ദൈവസന്നിധിയിൽ സാക്ഷികളായി തന്നെ തീരും. എല്ലാ മേഖലയിലും നിങ്ങൾ ദൈവത്തിന്റെ ശക്തമേറിയ പ്രവൃത്തികൾക്കായിട്ട് ദൈവം നിങ്ങളെ വേർതിരിക്കും. നമുക്ക് ദൈവസന്നിധിയിൽ നന്ദി പറയാം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിൽ നിന്ന് മുന്നോട്ട് പോകാം. വലിയ കൃപകളാൽ സ്വർഗം നിറയ്ക്കുന്നല്ലോ, വലിയ നന്മകളാൽ ദൈവം നിറയ്ക്കുന്നല്ലോ. എന്ന് വിശ്വസിക്കുന്നവരായ നമുക്ക് തുടർച്ചയായിട്ട് കർത്താവിന്റെ വചനം നമ്മൾ കേട്ടുവരുന്നു. തുടർമാനമായിട്ട് നമ്മൾ ദൈവത്തിന്റെ വചനത്തെ ആശ്രയിക്കുന്നു. ഇന്നും ദൈവം നമുക്ക് വചനങ്ങളാൽ നിറയ്ക്കും. കർത്താവിന്റെ കൃപകളാൽ ദൈവം നിറയ്ക്കുവാൻ ഇടയായിത്തീരും. നമുക്ക് ദൈവസന്നിധിയിൽ നന്ദി പറയാം. ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ആമേൻ. കർത്താവിന്റെ വചനം നമ്മൾ കേട്ടുവരുന്നു. ഇന്നലെ കേട്ട വചന ചിന്ത ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടോ? ഒന്ന് പറഞ്ഞാട്ടെ. ദൈവം അനുഗ്രഹത്തിന്റെ ദൈവമാണ്. ആമേൻ. ശുഭഫലം കാണുന്നു. ആമേൻ. ദൈവം അനുഗ്രഹത്തിന്റെ ദൈവമാണ്. അനുഗ്രഹം അനുഭവിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടതാണ്. അപ്പൊ ആരെങ്കിലും നിങ്ങളെ പഠിപ്പിക്കാൻ നോക്കുവാണ് ദൈവം ശപിക്കുന്ന ദൈവമാണെന്ന് പറഞ്ഞാൽ അല്ല, അനുഗ്രഹിക്കുന്ന ദൈവമാണ്. പുതിയ നിയമ വിശ്വാസികളെ പറ്റി പറയുന്നു. നമ്മൾ എപ്പോഴും ഓർത്തോണം, പഴയ നിയമവും പുതിയ നിയമവും രണ്ടും രണ്ടാണ്. എൻ്റെ കൂടെ എന്ന് പറഞ്ഞ്, പഴയ നിയമവും പുതിയ നിയമവും രണ്ടും രണ്ടാന്ന് പറ. എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം, യേശുക്രിസ്തുവിന് മുമ്പുള്ള കാലഘട്ടം, യേശുക്രിസ്തു വന്നതിന് ശേഷമുള്ള കാലഘട്ടം. യേശുക്രിസ്തുവിന്റെ മുമ്പുള്ളത് ദാസന്മാരാണെങ്കിൽ യേശുക്രിസ്തുവിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ പുത്രന്മാരാണ്, മക്കളെങ്കിലോ അവകാശികൾ. ഇത് മറന്നു പോകല്ലേ. അപ്പൊ ദൈവത്തിന്റെ അവകാശികളാണ്, ക്രിസ്തു യേശുവിൽ കൂട്ടവകാശികളാണ്, ദൈവത്തിന്റെ മഹത്വത്താൽ നടക്കുന്നവരാണ്. ആമേൻ. നമുക്കിന്ന് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് വിശ്വസിക്കാം. ദൈവത്തിന്റെ വലിയ മഹത്വം ഇന്ന് കർത്താവിന്റെ തിരുസന്നിധിയിൽ ഇന്ന് നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നമുക്ക് വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. സ്വർഗം നമ്മളെ സഹായിക്കുമാറാകട്ടെ. നമ്മൾ കർത്താവിന്റെ വചനം ഇന്ന് എൻ്റെ ഉള്ളത്തിൽ നമ്മൾ കേൾക്കാൻ വേണ്ടി പോകുന്നത് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിലെ ചില വാക്യങ്ങളാണ്. ഫിലിപ്പിയ ലേഖനത്തിന്റെ അകത്ത് അതിന്റെ 4-ാം അധ്യായത്തിന്റെ 9 മുതലുള്ള ചില വാക്യങ്ങൾ നിങ്ങൾക്ക് അവിടെ സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായും തീർത്ത് തരും എന്ന് ബൈബിൾ പറയുന്നു. നോക്കിയേ, ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു, എൻ്റെ ദൈവമോ നമ്മുടെ സകല വിഷയങ്ങളും, നോക്കിയേ, സകല വിഷയങ്ങളും മഹത്വത്തോടെ ദൈവത്തിന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായും തീർത്ത് തരും എന്ന് വചനം പറയുന്നു. അപ്പൊ നിങ്ങൾ ഈ വചനം നോക്കുകയും, ഒരു വിശ്വാസിയായ നിങ്ങൾ കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് വരുന്ന സമയത്ത് ബൈബിൾ നമ്മളോട് പറയുന്നു, എൻ്റെ ദൈവമോ
തൻ്റെ ധനത്തിനൊത്തവണ്ണം മഹത്വത്തോടെ. അപ്പൊ ദൈവത്തിന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായും തീർത്ത് തരുന്ന ഒരു ദൈവം നമുക്കുണ്ട്. മറന്നുപോലെ, നമ്മുടെ ദൈവം നമ്മളെ കാണാത്ത ദൈവമല്ല. നമ്മുടെ ദൈവം നമ്മളെ അറിയുന്ന ദൈവമാണ്, നമ്മളെ കാണുന്ന ദൈവമാണ്, നമ്മളെ സൂക്ഷിക്കുന്ന ദൈവമാണ്, നമുക്ക് വേണ്ടി വലിയ പ്രവൃത്തികളെ ചെയ്യുന്ന ദൈവമാണ്. നമുക്കിന്ന് ആ വാക്യത്തിലേക്ക് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്, ഗോഡ് ഷാൽ സപ്ലൈ ഓൾ യുവർ നീഡ്സ് അക്കോർഡിംഗ് ടു ഹിസ് റിച്ചസ്. നിങ്ങൾ നോക്കിയ തൻ്റെ ധനത്തിനൊത്തവണ്ണം, അക്കോർഡിംഗ് ടു ഹിസ് റിച്ചസ് എന്ന് പറഞ്ഞാൽ ദൈവത്തിനൊരു കപ്പാസിറ്റി ഉണ്ട്. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറുണ്ട്, ഈ വചനം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കേണ്ട ഒരു വചനമാണ്. ഇവിടെ പറയുന്നു, ദൈവത്തിന്റെ ധനത്തിനൊത്തവണ്ണം, അക്കോർഡിംഗ് ടു ഹിസ് റിച്ചസ്. അപ്പൊ ദൈവത്തിന്റെ ഒരു ധനം. ഒന്നുകൂടെ ഞാൻ പറയാം, വാക്ക് ശ്രദ്ധിച്ചു നോക്കിക്കോണേ. അവിടെ നമ്മൾ കൊടുത്തേക്കുന്ന മലയാളത്തിലേക്ക് വരുന്ന സമയത്ത് കൊടുത്തേക്കുന്ന വാക്യം ഇങ്ങനെയാണ്, എൻ്റെ ദൈവവും എൻ്റെ ബുദ്ധിമുട്ടൊക്കെ. അപ്പൊ നമ്മളൊരു ബുദ്ധിമുട്ടുകാരനാക്കിയാണ് മലയാളത്തിൽ ആ വേർഷനിൽ വന്നിരിക്കുന്നത്. ബുദ്ധിമുട്ട് വരെ, പക്ഷെ അവിടെ ബുദ്ധിമുട്ട് എന്നൊരു വാക്കുമല്ല. ഗോഡ് ഷാൽ സപ്ലൈ ഓൾ യുവർ നീഡ്സ്, എൻ്റെ ആവശ്യങ്ങളൊക്കെയും. അപ്പൊ രണ്ട് വ്യത്യാസം കണ്ടോ? ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടിലിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പറയത്തില്ല ഭയങ്കര ബുദ്ധിമുട്ടിലാണ്, എന്നെ ഒന്ന് സഹായിക്കണം. അതല്ല അവിടെ കൊടുത്തിരിക്കുന്നത്. ഗോഡ് ഷാൽ സപ്ലൈ ഓൾ യുവർ നീഡ്സ്, നിങ്ങളുടെ സകല ആവശ്യങ്ങളെയും. അപ്പൊ എനിക്ക് എന്തെല്ലാം, എനിക്ക് ഓൾ യുവർ നീഡ്സ്, എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ, എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെയും എങ്ങനെയാ ദൈവം തരുന്നത്? അക്കോർഡിംഗ് ടു ഹിസ് റിച്ചസ്. ദൈവത്തിനൊരു ധനമുണ്ട്. ദൈവത്തിന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായും തീർത്തിരുന്നു. അപ്പൊ ഇത് മറക്കല്ലേ. ഒരു വിശ്വാസി കർത്താവിന്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ ദൈവത്തിന് ദൈവത്തിൻ്റെതായിട്ടുള്ളൊരു ലോകമുണ്ട്. ദൈവത്തിന് ദൈവത്തിൻ്റെതായിട്ടുള്ള ഒരു ധന സംവിധാനമുണ്ട്. അപ്പൊ ഇതിൻ്റെ അകത്ത് നിന്നാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നത്. നോക്കി, ഞാൻ മറ്റൊരു വാക്യം കാണിക്കാം. ആവർത്തന പുസ്തകത്തിന്റെ അകത്ത് അതിന്റെ തുടങ്ങുന്ന വാക്യത്തിൽ 28-ാം അധ്യായം വായിക്കുമ്പോൾ കാണാൻ പറ്റും. 28-ാം അധ്യായത്തിന്റെ തുടക്ക വാക്യത്തിൽ നമുക്ക് ഇസ്രായേൽ മക്കളെ പറ്റി ബൈബിൾ പറയുന്ന ചില വാക്യഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. അവിടെ ഇസ്രായേൽ മക്കളെ പറ്റി ബൈബിൾ പറയുകയാണ്. അവരെ ദൈവം അയച്ചതിന് ശേഷം, അല്ലെങ്കിൽ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നതിന് ശേഷം അവരോട് സംസാരിക്കുകയാണ്. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഞാൻ നിന്റെ ആജ്ഞാപിക്കുന്ന സകലകൽപ്പങ്ങളും കേട്ടനുസരിച്ചാൽ ഞാൻ നിന്റെ ദൈവമായ യഹോവയുടെ ഭൂമിയിൽ ഉന്നത ജാതിയാക്കി മാറ്റി. എന്നിട്ട് പറയുകയാണ്, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ട് അനുസരിച്ചാൽ ദൈവം ഈ അനുഗ്രഹങ്ങളൊക്കെ നിനക്ക് സ്തുതിക്കും. അപ്പൊ നിങ്ങൾ ഓർത്തോണം, ഈ അനുഗ്രഹം എന്നതിന്റെ വാക്ക്, ഈ അനുഗ്രഹങ്ങളൊക്കെ. അപ്പൊ ഈ അനുഗ്രഹങ്ങളൊക്കെ എവിടുന്നാ വരുന്നത്? ഈ അനുഗ്രഹങ്ങളൊക്കെ വരുന്നത് അക്കോർഡിംഗ് ടു ഹിസ് റിച്ചസ്, ദൈവത്തിന്റെ ധനത്തിനൊത്തവണ്ണം. അപ്പൊ ദൈവത്തിന്റെ ധനത്തിനൊത്തവണ്ണമാണ് ഇവിടെ നിങ്ങൾ നോക്കിയേ ഈ വാക്യത്തിൽ അനുഗ്രഹങ്ങളൊക്കെ വരുന്നത്. അപ്പൊ ദൈവം ആരുടെയും പോക്കറ്റ് കണ്ടിട്ടല്ല എന്ത് ചെയ്യുന്നത്? അനുഗ്രഹിക്കുന്നത്. ദൈവത്തിനുണ്ട് ഒരു കപ്പാസിറ്റി. ഒരു വിശ്വാസി എപ്പോഴും ഓർത്തോണേ, നിങ്ങൾ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് എങ്ങനെയാണ് നമുക്ക് ഇതിലേക്ക് കയറാൻ വേണ്ടി കഴിയുന്നത്? മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനത്തെ പറ്റി പറയുന്നു. നിങ്ങൾ ആ വാക്യങ്ങൾ നമുക്ക് പലപ്പോഴും വായിച്ച് നമ്മൾ പരിചിതമായ വാക്യമാണ്. ആ വാക്യത്തിൽ വലിയ അനുഗ്രഹിക്കപ്പെടുന്ന ഓരോ കാര്യം പറഞ്ഞിട്ട് ഇങ്ങനെ താഴേക്ക് വരുമ്പോഴേക്കും, നിന്റെ ദൈവമായ യഹോവയുടെ കൽപ്പന കേട്ട് പ്രമാണിച്ച് നടന്നാൽ നീ വാലല്ല തലയാകുന്നൊക്കെ നമ്മൾ പല പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞു വരുന്ന സമയത്ത് ദൈവം പറയുന്ന ഒരു വാക്കെന്നു വെച്ച് കഴിഞ്ഞാൽ, ദൈവം പറയുന്ന ഒരു വാക്ക് ഇതാണ്, ഞാൻ നിന്നെ കൊണ്ടുവരികയാണ്. അപ്പൊ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനത്തിന്റെ പക്കൽ ആകെ ഉണ്ടായിരുന്ന സ്വർണവും അതും ഒക്കെ എന്ത് ചെയ്തു? അവിടെ യെരൂശലേം ദേവാലയം യെരൂശലേം ദേവാലയം അല്ല, സമാഗമന കൂടാരത്തിന് വേണ്ടി എന്ത് ചെയ്തു? അവർ കൊടുത്തു. കുറെ ആൾക്കാർ എന്ത് ചെയ്തു? അഹരോൻ പറഞ്ഞത് പ്രകാരം ഒരു സ്വർണ്ണ വിഗ്രഹത്തെ ഉണ്ടാക്കാൻ വേണ്ടി കുറെ ഗോൾഡ് അങ്ങനെ പോയി. അപ്പൊ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ മേടിച്ചത് പലതും എന്ത് ചെയ്തു? സമാഗമന കൂടാരത്തിൽ പണിയാൻ വേണ്ടിയും ദൈവത്തിന്റെ ആലയത്തിന് വേണ്ടിയും പകുതി കുറെ പേര് എന്ത് ചെയ്തു? ഒരു സ്വർണ്ണ വിഗ്രഹം ഉണ്ടാക്കാൻ വേണ്ടി അങ്ങനെയും കുറെ പോയി. അപ്പൊ ഇനി അവരുടെ ഒന്നുമില്ല. പക്ഷെ ദൈവം പറയുന്ന വാക്യതാണ്, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും അക്കോർഡിംഗ് ടു ഹിസ് റിച്ച്നെസ്. അപ്പൊ ദൈവത്തിനൊരു ധനമുണ്ട്. ഇതിൻ്റെ അകത്തു നിന്നാണ് ദൈവം ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ ഓർത്തോണേ, നിങ്ങളുടെ കൈവശം, ഉദാഹരണമായിട്ട് നിങ്ങളുടെ കൈവശം പൈസ വരണമെങ്കിൽ എങ്ങനെയായിരിക്കും? ആത്മീയമായിട്ട് പറയല്ലോ ഉത്തരം. സാധാരണ രീതി പറഞ്ഞാൽ മതിയെ, സാധാരണക്കാരനെ പോലെ പറ. പൈസ വരണം എന്ത് ചെയ്യണം?
ചെയ്യണം. ജോലി ചെയ്താലേ പൈസ തരൂ. അധ്വാനിക്കണം. നിങ്ങൾ ജോലി ചെയ്യണം, നിങ്ങൾ ജോലി ചെയ്തുണ്ടാക്കണം അല്ലേ? ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒന്നെങ്കിൽ നിങ്ങൾക്ക് കയ്യിൽ പൈസ ലഭിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബാങ്കിൽ പൈസ വരും. കാരണം മനുഷ്യന്റെ സിസ്റ്റം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നോട്ടടിച്ച് ആ നോട്ട് ബാങ്കിലൂടെ ആ ATM-ലൂടെ ഒരു വ്യക്തിയുടെ കയ്യിൽ വന്നിട്ട് ഒന്നെങ്കിൽ കയ്യിലൂടെ നിങ്ങൾക്ക് ലഭിക്കും, അല്ലെങ്കിൽ ആ വ്യക്തി അക്കൗണ്ട് വഴി. ഇപ്പം ഒരു കമ്പനി ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് കൈ പൈസ കൊടുക്കത്തില്ല, അവരുടെ അക്കൗണ്ടിൽ കൊടുക്കും അല്ലേ? എന്നാൽ ചില ജോലികൾക്ക് അങ്ങനെയല്ല, കയ്യിലല്ല, ആഴ്ചയിലോ മാസത്തിലോ ദിവസത്തിലോ എന്ത് ചെയ്യും, അവർക്ക് അത് എണ്ണി തിട്ടപ്പെടുത്തി കയ്യിലോട്ട് കൊടുക്കും. അല്ലെങ്കിൽ ചിലർക്ക് എന്ത് ചെയ്യും, ATM വഴി, അതാണ് ബാങ്ക് വഴി എടുക്കുന്ന പൈസ. അപ്പൊ ഇത് മനുഷ്യന്റെ സിസ്റ്റം ഇങ്ങനെയാണ്. മനുഷ്യന്റെ സിസ്റ്റം ഉണ്ട്, ദൈവത്തിന്റെ സിസ്റ്റം ഉണ്ട്. അപ്പൊ ദൈവത്തിന്റെ സിസ്റ്റം പറയുമ്പോൾ അക്കോർഡിംഗ് ടു ഹിസ് റിച്ചസ്. അപ്പൊ ദൈവത്തിന്റെ ധനം എടുത്തു പറയുന്നുണ്ടോ ആ വാക്ക്? ആ വാക്ക് ശ്രദ്ധിച്ചു നോക്കിയോ. ദൈവത്തിന്റെ ധനം എന്ന് പറയുമ്പോൾ ദൈവത്തിന് സെപ്പറേറ്റ് ആയിട്ട് ധനം നൽകുന്ന ഒരു വഴിയുണ്ട്. ദൈവത്തിന് അനുഗ്രഹം തുറക്കുന്ന ഒരു വഴിയുണ്ട്. മറന്നുപോകല്ലേ, നിങ്ങൾ ഈ ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെടും. എന്നാൽ നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടു പത്രോസ്ലീഹയുടെ ലേഖനത്തിൽ അനുഗ്രഹം അനുഭവിക്കുവാൻ ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവത്തിന്റെ വഴിയിലൂടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. അത് മനുഷ്യൻ അനുഗ്രഹിക്കുന്ന പോലെയല്ല. ഹല്ലേലൂയ. ഞാനിങ്ങനെ പലപ്പോഴും പലരും ചിന്തിക്കാറുണ്ട്. ഒത്തിരി ആൾക്കാർ പറയും, ബ്രദറെ ഒത്തിരി പൈസ വന്നാൽ വീണുപോകും. അങ്ങനെ ഒത്തിരി ദേവദാസന്മാർ എന്ത് ചെയ്തു, പൈസയുടെ പുറകെ പോയി വീണുപോകും. അതിന്റെ കാര്യം എന്നാണെന്നറിയാവോ? പൈസ അവരെ ഭരിക്കുന്നത് കൊണ്ടാണ്. പല ആൾക്കാരും പറയത്തില്ലേ, അങ്ങനെ നമുക്ക് ഒത്തിരി ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് അഹങ്കാരമായി പോകും. ഇതൊക്കെ എന്തുകൊണ്ടാണെന്നറിയോ മനുഷ്യൻ പറയുന്നത്? നമ്മുടെ നാട്ടിലൊക്കെ ഒരു സിസ്റ്റം ഉണ്ട്. ഒത്തിരി പൈസ വരുമ്പോൾ, ഒത്തിരി പണമെന്ന് വരുമ്പോഴേക്കും നമുക്ക് അത്യാഗ്രഹങ്ങൾ ഉണ്ടാവും. ഇതെന്നെ കുഴപ്പമില്ല, ഇത് കിട്ടാക്കനിയായി നിങ്ങളുടെ ജീവിതത്തിൽ നിൽക്കുമ്പോൾ, എപ്പോഴും കിട്ടാക്കനിയായിട്ട് നിൽക്കുന്നതെല്ലാം നമ്മുടെ ജീവിതത്തിൽ എന്ത് വരും, വലിയൊരു സംഭവമായിട്ട് മാറും. ഇവിടെ ദൈവം വളരെ ഈസി ആയിട്ട് പറയുകയാണ്, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളൊക്കെ നിനക്ക് വരും. സിദ്ധിക്കും എന്ന് പറഞ്ഞാൽ വരും. നീ പട്ടണത്തിൽ അനുഗ്രഹിക്കപ്പെടും. ഇങ്ങനൊരു വാക്ക് കേട്ടാൽ ഉടനെ ഓർത്തോണം, ദൈവത്തിന്റെ സിസ്റ്റത്തിന്റെ അകത്തു നിന്ന് ദൈവം അനുഗ്രഹിക്കുന്നത്. ഇപ്പൊ ഞാൻ പറയാം, നിങ്ങളുടെ പട്ടണത്തിൽ നിങ്ങൾ എങ്ങനെയാണ് അനുഗ്രഹിക്കപ്പെടുന്നത്? ഒരു പട്ടണത്തിൽ നിങ്ങളിപ്പോൾ ഉദാഹരണം പറഞ്ഞ തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂര്, കോഴിക്കോട്, കണ്ണൂര്, കുറേ പട്ടണമുണ്ട് അല്ലേ? കാസർഗോഡൊക്കെ ഒരു പട്ടണമാണ്. കോട്ടയം എന്ന് പറയുന്ന ഒരു പട്ടണമാണ്. കാസർഗോഡ് എന്ന് പറഞ്ഞ ഒരു പട്ടണമാണ്. ഒരു പട്ടണത്തിൽ അനുഗ്രഹിക്കപ്പെടുന്നത് എങ്ങനെയായിരിക്കും? ഒന്ന് പറ. ഒരു പട്ടണത്തിൽ എങ്ങനെയായിരിക്കും അനുഗ്രഹിക്കപ്പെടുന്നത്? ഏറ്റവും വലിയ ധനികനായിട്ട് രാജാവിനെ പോലെ, സമൃദ്ധിയോടുകൂടി, ഏറ്റവും വലിയ സമൃദ്ധിയാൽ. നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വന്നത് തന്നെ ഏറ്റവും പണമാണ് അല്ലേ? നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വന്നത് ഭയങ്കര വലിയ സമ്പത്ത്. അപ്പൊ സമ്പത്ത് മാത്രമല്ല അനുഗ്രഹം എന്ന് പറയുന്നത്. എല്ലാ മേഖലയിലും നിങ്ങളുടെ കുടുംബം, തലമുറകൾ, ആളുകൾ നിങ്ങളുടെ വീടിന്റെ വാതിക്കൽ കൂടെ പോയി കഴിഞ്ഞാൽ അവർ പറയണം, ഇത് ദൈവാനുഗ്രഹമുള്ള ഭവനമാണ്. എല്ലാം കൊണ്ടും സമാധാനം, സന്തോഷം, തലമുറകൾ, സാമ്പത്തികം, ആത്മീകം, എല്ലാം കൊണ്ടും അനുഗ്രഹിക്കപ്പെടണം. അങ്ങനെ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ലോകത്തിൽ അങ്ങനെ ഒരു സോഴ്സ് ഇല്ല. ഒരു വ്യക്തി പട്ടണത്തിൽ അനുഗ്രഹിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് അല്ലേ? ഒരു വ്യക്തി പട്ടണത്തിൽ അനുഗ്രഹിക്കപ്പെടുന്നത് ഭയങ്കര പാടാ. പക്ഷെ ദൈവം പറയുന്നു, ഞാൻ നിന്നെ പട്ടണത്തിൽ അനുഗ്രഹിക്കപ്പെടും. വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും. എൻ്റെ അർത്ഥം, നിന്റെ കൃഷിയിടങ്ങളിൽ എന്റെ ധനം എന്ത് ചെയ്യും? അക്കോർഡിംഗ് ടു ഹിസ് റിച്ചസ്, ദൈവത്തിന്റെ ധനം. അപ്പൊ ഗർഭഫലവും കൃഷിഫലവും ദൈവത്തിന്റെ ധനം. ഇവിടെ ഒക്കെ ഓർത്തോണേ, നിന്റെ കൊട്ടയും മാവും അനുഗ്രഹിക്കപ്പെടും, ദൈവത്തിന്റെ ധനം. ഇവിടെ എല്ലാം കണക്ട് ചെയ്തോണം. നമ്മുടെ കൊട്ടയും മാവും ജീവിതവും ഒക്കെ അനുഗ്രഹിക്കപ്പെടുമെന്ന് പറയുമ്പോൾ ഇതെല്ലാം ലോകപ്രകാരമല്ല. 500 രൂപയുടെ ദിവസക്കൂലി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മാസം 50,000 രൂപയുടെ ആവശ്യമുണ്ട്, ചിട്ടിയുണ്ട്, വട്ടിയുണ്ട്, ഒത്തിരി ലോണുണ്ട്, വിഷയങ്ങളുണ്ട്. അത് പോരാഞ്ഞിട്ട് പിള്ളേരുടെ പഠിപ്പുണ്ട്, വീടിന്റെ ലോണുണ്ട്, വാടക കൊടുക്കണം, ഒത്തിരി സ്ട്രഗിളിൽ ജീവിക്കുക. ആകെ 500 രൂപ ദിവസവും കിട്ടുന്നുള്ളൂ. ഈ വ്യക്തി ബൈബിൾ വായിക്കുന്നു, ദൈവം പറയുന്നു, ഞാൻ നിന്നെ പട്ടണത്തിൽ അനുഗ്രഹിക്കപ്പെടും, നിന്റെ വയലിൽ അനുഗ്രഹിക്കപ്പെടും, ഗർഭഫലവും കൃഷിഫലവും അനുഗ്രഹിക്കപ്പെടും, നിന്റെ കന്നുകാലിയുടെ പേര്. അന്നത്തെ കാലത്തെ ബിസിനസ് ഇതല്ല ഈ പറഞ്ഞ കന്നുകാലിയൊക്കെ. ഇന്ന് അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇന്ന് കന്നുകാലി ഉണ്ട്, പക്ഷെ അന്ന് ബിസിനസ് നമുക്ക് കുറവല്ലേ? കാലഘട്ടം മാറി. അന്നത്തെ വലിയ ബിസിനസ്സുകളാണ് കന്നുകാലിയൊക്കെ. നിന്റെ കൊട്ടയും മാവ് കുഴയ്ക്കുകയും തൊട്ടിയും അനുഗ്രഹിക്കപ്പെടും. അതിൻ്റെ അർത്ഥം കഞ്ഞിക്കലമല്ല അനുഗ്രഹിക്കപ്പെടും എന്നതിൻ്റെ അർത്ഥം.
അപ്പൊ 500 രൂപ ദിവസക്കൂലി കിട്ടുന്ന ആൾ ഈ വചനം വായിക്കുമ്പോൾ അയാളുടെ വിദ്യാഭ്യാസം വെച്ചായിരിക്കും ആ ജോലി കിട്ടിയിരിക്കുന്നല്ലേ. ഉടനെ ഈ വാക്യം നോക്കുന്ന ആൾ ചിന്തിക്കും, ആ ദൈവം ചിലപ്പോൾ ലോട്ടറി അടിപ്പിക്കുമായിരിക്കും. ഉടനെ നമ്മൾ എന്ത് ചെയ്യും? 500 രൂപയുടെ ജോലി കിട്ടുന്ന ആള്, എനിക്കറിയാവുന്ന പലരും 400 രൂപയ്ക്ക് ഞാൻ ലോട്ടറിക്കാരൊന്നും തെറ്റ് പറയല്ല കേട്ടോ, 500 രൂപയുടെ കിട്ടുന്ന ആള് 400 രൂപയ്ക്ക് ലോട്ടറി എടുക്കും. കാര്യം ദൈവം പറഞ്ഞിട്ടുണ്ട് അനുഗ്രഹിക്കുമെന്ന്. എപ്പോഴും ഓർത്തോണം, ദൈവം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് ഒരു സിസ്റ്റം ഉണ്ട്. അതാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, അക്കോർഡിംഗ് ടു ഹിസ് റിച്ചസ്, ദൈവത്തിന്റെ ധനത്തിനൊത്തവണ്ണം. അപ്പൊ അത് സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുക. അതിന്റെ കാരണം എന്നാന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ സിസ്റ്റത്തിലെ പ്രത്യേകത ലോകവുമായിട്ട് അതിന് ബന്ധമില്ല. ലോകത്തിൽ നിന്ന് വരുന്നത് പോലെ അല്ല ദൈവത്തിൽ നിന്ന് വരുന്നത്, ഒത്തിരി വ്യത്യാസമാണ്. ഞാൻ ഇന്നാൾ പറഞ്ഞല്ലോ, ദൈവത്തിന് വേണമെങ്കിൽ ഒരു സെക്കൻഡ് കൊണ്ട്, നമുക്കറിയാം നമ്മൾ പുറപ്പാട് പുസ്തകം വായിക്കുന്ന സമയത്ത് അവിടെ പറഞ്ഞിരിക്കുന്നുണ്ട്, മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനത്തെ പറ്റി പറഞ്ഞത്, അവരുടെ ചെരുപ്പ് തേഞ്ഞില്ല, വസ്ത്രം മുഷിഞ്ഞില്ല. ലോകത്തിൽ ഏത് കമ്പനിയുടെ ചെരുപ്പിട്ടാലും എത്ര കൊല്ലം, ഇനി ചിലപ്പോൾ ചിലർ ഗ്യാരണ്ടി പറയും 2-3 വർഷം കഴിഞ്ഞാലും പോകത്തില്ല, എന്നാലും ഒരു 25 വർഷമൊക്കെ ഉപയോഗിച്ചാൽ തേയാത്ത ചെരുപ്പുണ്ടോ? ദിവസം ഉപയോഗിച്ചാൽ ഏതെങ്കിലും ചെരുപ്പുണ്ടോ? 25 വർഷം തുടർമാനമായിട്ട് ഉപയോഗിച്ചാൽ മുഷിയാത്ത വസ്ത്രമുണ്ടോ? ഇല്ല. പക്ഷെ ബൈബിൾ പറയുന്ന അവരുടെ വസ്ത്രം മുഷിഞ്ഞില്ല, അവരുടെ ചെരുപ്പ് തേഞ്ഞില്ല. ഞാൻ തന്നെ ഇപ്പം എനിക്ക് തോന്നുന്നു 1 വർഷത്തിനിടയ്ക്ക് 2-3 ചെരുപ്പ് മാറി. നോക്കിക്കേ. കാരണം എന്തുവാ? നമ്മൾ ദിവസവും ഉപയോഗിക്കുന്നത് നിമിത്തം എന്ത് സംഭവിക്കുന്നത്? തേയ്മാനം ഉണ്ടാകുന്നു. നമ്മൾ എത്ര പ്രാവശ്യം വസ്ത്രം മാറിയല്ലേ? പക്ഷെ ബൈബിൾ പറയുന്നു, ദൈവം വചനം പറയുന്നു, അവരുടെ വസ്ത്രം മുഷിഞ്ഞില്ല, ചെരുപ്പ് തേഞ്ഞില്ല. പക്ഷെ ദിവസം അവർ നടക്കുന്നുകൊണ്ട് 40 വർഷം അവർ നടന്നു. ഞാൻ ചോദിച്ചോട്ടെ, 40 വർഷം നടന്നിട്ട് മുഷിയാത്ത ഉടുപ്പും തേയാത്ത ചെരുപ്പും കിട്ടുന്ന ഏത് കമ്പനിയാണ് മരുഭൂമിയിലുള്ളത്? തമ്പുരാൻ പറയും, അക്കോർഡിംഗ് ടു ഹിസ് റിച്ചസ്, ദൈവത്തിന്റെ ധനത്തിനൊത്തവണ്ണം. അപ്പൊ ദൈവം എന്തൊക്കെയോ മനുഷ്യനിലേക്ക് ദൈവത്തിന്റെ സിസ്റ്റത്തിൽ നിന്ന് അനുഗ്രഹിച്ചാൽ ഒരു പ്രത്യേകതയുണ്ട്, മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് എത്ര ചിന്തിച്ചാലും കിട്ടത്തില്ല. ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനി നിർമ്മിച്ചാൽ പോലും 10-12 വർഷം കഴിയുമ്പോൾ അതിന് തേയ്മാനം സംഭവിക്കും. 20 വർഷം മാക്സിമം പോയാൽ, ചിലപ്പം 20 വർഷം ഒന്നും പോകത്തില്ല, എന്നാൽ പോലും അതിന് തേയ്മാനം സംഭവിച്ച് അതിന് ഒത്തിരി എന്തോ മുഷിഞ്ഞ് അത് പോകാനിടയായിത്തീരും, ഏത് വസ്ത്രം ഉണ്ടാക്കിയാലും. പക്ഷെ എവിടുന്നാണ് ഇവർക്കിങ്ങനെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടെന്നാൽ ദൈവാനുഗ്രഹം വരുന്നത് ദൈവത്തിന്റെ സിസ്റ്റത്തിൽ നിന്നാണ്. ഹല്ലേലൂയ. അപ്പൊ ഈ സിസ്റ്റത്തിൽ നിന്ന് വരുമ്പോൾ ഒരു വിശ്വാസി പലപ്പോഴും തിരിച്ചറിയേണ്ടത്, എൻ്റെ ദൈവത്തിന് ഞാൻ ഇന്ന് അനുഭവിക്കുന്ന പ്രയാസത്തിന്റെ അകത്ത് കടന്നു പോകുമ്പോൾ ഞാൻ ആകാശത്തോട്ട് നോക്കി വായും പൊളിച്ചിരുന്നുകൊണ്ട്, എൻ്റെ കർത്താവേ ഞാൻ ഇനി എന്നാ ചെയ്യാനാണ്, സഹായിക്കാന്ന് പറഞ്ഞ ബാങ്കുകാർ പറയുന്നു ഇപ്പൊ ലോൺ തരത്തില്ല, വീഴാന്ന് ഉദ്ദേശിച്ചിരുന്ന ഒരു ചിട്ടി എനിക്ക് വീണില്ല, എൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞാൽ ഇന്ന് ഞാൻ നിനക്ക് ഇത്ര രൂപ മറിച്ചു തരാം, ആ വ്യക്തി ഫോൺ എടുക്കുന്നില്ല, കർത്താവേ ഞാൻ പ്രതീക്ഷിച്ചതും ദൈവം ഒരുക്കുമെന്നോർത്ത എല്ലാ വഴിയും അടഞ്ഞു. കണ്ടോ? അപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്നവരെങ്കിലും നമ്മൾ ലോകത്തിന്റെ സിസ്റ്റത്തിന്റെ അകത്ത് നിന്നുകൊണ്ടാണ് വിശ്വസിക്കുന്നത്. ശ്രദ്ധിച്ചോണേ, ലോകത്തിന്റെ സിസ്റ്റത്തിന്റെ അകത്തു നിന്നുകൊണ്ടാണ് പലതും പ്രാർത്ഥിക്കുന്നവർ പോലും വിശ്വസിക്കുന്നത്. നമ്മൾ പലപ്പോഴും പറയത്തില്ല, എന്നെ വിളിച്ച് പറയത്തില്ല, നിങ്ങളുടെ ബ്രദറെ ഞാൻ ഒരാൾ വായ്പ ചോദിച്ചിട്ടുണ്ട് ബ്രദറെ, അവരുടെ ഹൃദയം ഒന്ന് തുറക്കാൻ വേണ്ടി ബ്രദർ ഒന്ന് പ്രാർത്ഥിക്കണേ. ഞാൻ ഒരാളുടെ പൈസ പറഞ്ഞിട്ടുണ്ട് ബ്രദറെ, ആ വ്യക്തി എന്നോടൊന്ന് കനിവ് തോന്നാൻ വേണ്ടി ബ്രദറെ എന്നോടൊന്ന് പ്രാർത്ഥിക്കണമേ. അല്ലെങ്കിൽ ഞാൻ ബാങ്കിൽ പോയിട്ടുണ്ട് ബ്രദറെ, അവിടെ നിന്ന് അതൊന്ന് റെഡി ആകാൻ വേണ്ടി ബ്രദർ ഒന്ന് പ്രാർത്ഥിച്ചേക്കണവേ. ഇതൊക്കെ ലോകത്തിൽ എല്ലാവരും ചെയ്യുന്ന പ്രിയരെ, അതിന് പ്രത്യേകിച്ച് പ്രാർത്ഥനയൊന്നും വേണ്ട അല്ലേ? യേശുവിന് അറിയാത്തവരും ബാങ്കിൽ പോയി ലോൺ എടുക്കാറില്ലേ? യേശുവിന് അറിയാത്തവരും ബ്ലേഡ് എടുക്കാറില്ലേ? യേശുവിന് അറിയാത്തവരും വായ്പ മേടിക്കാറില്ലേ? യേശുവിലേക്ക് വരാത്ത എത്രയോ പേര് നിങ്ങളെക്കാളും ഒക്കെ നന്നായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ജീവിക്കുന്നില്ലേ? ശ്രദ്ധിച്ചു നോക്കിയേ, നിങ്ങൾ തമ്മിൽ എന്നാ വ്യത്യാസം? ആ വാക്ക് മറക്കല്ല്, ദൈവത്തിന്റെ ധനം. അപ്പൊ ദൈവത്തിന്റെ ധനം എങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്? ഇപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, പ്രാർത്ഥിക്കുന്ന വിശ്വാസി നിങ്ങളുടെ സിസ്റ്റത്തിന്റെ അപ്പുറത്തേക്കൊന്ന് ചാടണം. ഞാൻ പറയാം, ഏലിയാവ് കെരീത് തോട്ടിൽ ഇങ്ങനെ കിടക്കുക. കെരീത് തോട്ടിൽ കിടക്കുന്ന സമയത്ത് നമുക്കറിയാൻ പറ്റും, ദേശത്ത് മുഴുവനും 3 വർഷമായിട്ട് ക്ഷാമമാണ്. കെരീത് തോട്ടിൽ വെള്ളം പയ്യെ വറ്റാൻ തുടങ്ങി. ആ നാട്ടിലാണെങ്കിൽ ഹോട്ടൽ ഒന്നുമില്ല, എല്ലാ വാതിലും അടഞ്ഞു. നാട്ടിൽ ക്ഷാമം വന്നാൽ പിന്നെ ഹോട്ടലുകാർ കാണത്തില്ലല്ലോ. ഹോട്ടലെല്ലാം പൂട്ടി, ആൾക്കാർ മരിച്ചുകൊണ്ടിരിക്കുന്നു, പട്ടിണി മരണം കൊണ്ടിങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് അക്കോർഡിംഗ് ടു ഹിസ് റിച്ചസ്, ദൈവത്തിന്റെ ധനത്തിനൊത്തവണ്ണം ഒരു കാക്ക പറന്നു വരുന്നു. രാവിലെയും വൈകിട്ടും മുടങ്ങാതെ അപ്പവും ഇറച്ചിയുമായിട്ട്
ക്ഷാമകാലത്തും ക്ഷേമമായി നടക്കുന്ന ഒരു ഏലിയാവ്. കണ്ടോ? സിസ്റ്റപ്രകാരമാണെങ്കിൽ പട്ടിണി കിടന്ന് മരിക്കും. ലോകത്തിന്റെ സിസ്റ്റത്തിന്റെ അകത്തിരുന്നുകൊണ്ടാണ് ഒരുത്തൻ വിശ്വസിക്കുന്നതെങ്കിൽ ആ വ്യക്തിക്ക് ജന്മത്തിൽ എന്ത് ചെയ്യത്തില്ല, ആ കരിയർ തോട്ടിൽ ആര് കൊണ്ടേ കൊടുക്കാനാ? ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളെ വീട്ടിൽ കഴിക്കാൻ ഒന്നുമില്ലെങ്കിൽ നിങ്ങളെ വീട്ടിൽ മുഴുവൻ പട്ടിണിയാണ്, ആകെ കിട്ടിയ ഒരു 4 അപ്പവും ഇച്ചിരി ഇറച്ചിക്കറിയുണ്ട്, നിങ്ങൾ 6 പേരുണ്ട്, പട്ടിണിയാന്ന് ഓർത്തോണേ. നിങ്ങളുടെ വയസ്സെന്നിട്ട് ഒരു രക്ഷയില്ല. നിങ്ങൾ 6 അപ്പവും ഒരു ഇറച്ചിക്കറിയും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കുക, ഞങ്ങൾ 6 കുടുംബാംഗങ്ങൾ വിശന്നിരിക്കുക 10-40 ദിവസമായിട്ട്, എന്നൊക്കെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ അപ്പവും ഇറച്ചിയും കൊണ്ടുവന്ന് ബ്രദറിന് കൊടുക്കാന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ഒന്ന് പറഞ്ഞേ. ഇല്ല. കണ്ടോ? നിങ്ങളാരും വിശ്വാസികൾ പോലും കൊടുക്കത്തില്ല. അപ്പൊ ഏലിയാവിന്റെ കാര്യം പറയണം, ദേശം മുഴുവൻ ക്ഷാമമായിട്ടിരിക്കുക, അപ്പൊ അവരൊന്നും കൊടുക്കത്തില്ല. പക്ഷെ ഏലിയാവിനറിയാം, ഞാൻ നിൽക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. യഹോവ ഈരയായി നിൽക്കുന്ന ഒരു സിസ്റ്റം, എനിക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവത്തിന്റെ സിസ്റ്റം. ഈ സിസ്റ്റത്തെയാണ് ഫിലിപ്പോസിന്റെ ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുന്നത്, ഓൾ യുവർ നീഡ്സ്, നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെയും. ചില പറയും, ബ്രദറെ മൈക്രോ ഫിനാൻസുകാരിൽ നിന്ന് ഞാനിപ്പോൾ ലോൺ വെച്ചിട്ടുണ്ട് ബ്രദറെ, അതൊന്ന് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ഒന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും ബ്രദറെ, യേശുവിന്റെ നാമത്തിൽ. ഞാൻ ചോദിച്ചിട്ട് അപ്പുറത്തെ വീട്ടിൽ അവർ ഇത് തന്നെയല്ലേ ചെയ്യുന്നത്, പിന്നെന്തിനാ പ്രാർത്ഥിക്കുന്നത്? ഞാൻ ചോദിച്ചാൽ സത്യമല്ലേ? മൈക്രോ ഫിനാൻസിൽ നിന്ന് ലോൺ കിട്ടാൻ വേണ്ടി പ്രത്യേകിച്ച് എന്നെ പ്രാർത്ഥിക്കാനാ? നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുക, നിങ്ങൾ എലിജിബിൾ ആണ്, കിട്ടും, അതിന് പ്രാർത്ഥിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സത്യമാണോ? നിങ്ങളൊന്ന് പറഞ്ഞേ. അതിന് പ്രത്യേകിച്ച് പ്രാർത്ഥനയുടെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ അയൽവക്കത്തോട് ചോദിച്ചാൽ അവർ പറഞ്ഞു, എന്തിനാ പ്രാർത്ഥിക്കുന്നത്? നിങ്ങൾക്ക് അത് കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അതിന് പ്രത്യേകിച്ച് പ്രാർത്ഥനയൊന്നും വേണ്ട, ആ കാർഡും ഈ കാർഡും കൊടുത്തു കഴിഞ്ഞാൽ അവർ തരും. പക്ഷെ കെരീര് തോട്ടിൽ 3 വർഷമായിട്ട് 3.5 വർഷമായിട്ട് ക്ഷാമം നിൽക്കുമ്പോൾ അവിടെ രാവിലെയും വൈകിട്ടും മുടങ്ങാതെ അപ്പോ ഇറച്ചിയും വരണമെങ്കിൽ മൈക്രോ ഫിനാൻസുകാരനെ കൊണ്ട് കഴിയത്തില്ല, പകരം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരണം. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടണമെങ്കിൽ നിങ്ങൾ ആദ്യം അങ്ങനെ വിശ്വസിക്കുന്നവരാകണം. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഈ സിസ്റ്റത്തിന്റെ വെളിയിൽ നിന്നുകൊണ്ട് വിശ്വസിക്കണം. ഇവിടെയാ നിങ്ങളെ വിശ്വാസികൾ എന്ന് ജനം വിളിക്കുന്നത്. നമ്മളും ലോക മനുഷ്യരുമായിട്ട് തന്നെ വ്യത്യാസം എന്തുവാ? ഇന്ന് ഈ രാത്രിയിൽ ലോക മനുഷ്യൻ പറയും, ആകാശം ഇനി കിളിവാതിൽ തുറന്നാൽ പോലും ഈ രാത്രിയിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല, രാത്രി 12 മണി കഴിഞ്ഞല്ലോ, ഇനി എന്നാ സംഭവിക്കാനാ? പക്ഷെ ദൈവമക്കൾക്ക് പ്രതീക്ഷയുണ്ട്. പൗലോസ്ലീഹ എങ്ങനെ പറഞ്ഞു? ഈശാനാമൂലനടിച്ച് തകർന്നിരിക്കുന്ന പടകിൽ അദ്ദേഹം പറയുക, ഞാൻ സേവിക്കുന്ന എൻ്റെ ദൈവം ഒരു ദൂതനെ, ഒന്നോർത്ത്, ദിശയറിയാതെ താൻ രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെ നശിച്ച് കപ്പിത്താൻ വരെ മരിക്കാൻ റെഡിയായിട്ടിരിക്കുക. ആഹാരം പോലും കഴിക്കാതെ, സൂര്യനെയോ ചന്ദ്രനെയോ കാണാതെ 14 ദിവസം പ്രാണഭയത്തിൽ ഇരിക്കുന്ന ജനം പറയുക, ഇവിടെ ഞാൻ ദൈവമായിട്ട് സംസാരിച്ചു, ഒരു മനുഷ്യനും വരാൻ സാധ്യതയില്ലാത്തോടത്ത് ദൂതൻ ഇറങ്ങി വന്നിരിക്കുന്നു. എന്നിട്ട് പറയാ, കഴിച്ച് നിങ്ങൾ ബലപ്പെടും, നമ്മൾ കരപറ്റാൻ വേണ്ടി പോവാ. എവിടുന്ന് കിട്ടി ഈ അറിവ്? ദൈവത്തിന്റെ സിസ്റ്റം. സകല പ്രതീക്ഷയും അവസാനിക്കുമ്പോൾ എനിക്കൊരു സിസ്റ്റമുണ്ട്, എൻ്റെ ദൈവത്തിനൊരു രാജ്യമുണ്ട്, അവിടുന്ന് എനിക്ക് എന്ത് വരും? നന്മ വരും. റീതാ സഹോദരി ഇങ്ങനെ ചടപടാന്ന് വചനം ഇടുന്നുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കാണാപ്പാടം മുഴുവൻ പഠിച്ചു വെച്ചേക്കുമെന്ന് എനിക്ക് വന്ന് റീതാ സഹോദരി വചനം മുഴുവനും. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ഇത് വലിയൊരു ശുശ്രൂഷ കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അനേകർക്ക് ഇതേപോലെ വചനം കൊടുക്കുവാൻ ദൈവം സഹായിക്കട്ടെ, കുടുംബമായിട്ട്. ആമേൻ. അപ്പൊ നോക്കി, അപ്പൊ ദൈവത്തിന്റെ ധനത്തെ നമ്മൾ കടഭാരത്തിന്റെ അകത്ത് ജീവിക്കേണ്ടവരല്ല. പലരും ചിന്തിക്കുന്നത്, ബ്രദറെ ഞാൻ വലിയ കടഭാരത്തിന്റെ അകത്താണ്, 1 കോടി 2 കോടി 40 ലക്ഷം കടവുണ്ട്, പ്രാർത്ഥിച്ചു മടുത്തു. ഇന്ന് ഞാൻ പറയാൻ പോലെ സിസ്റ്റം ഒന്ന് മാറ്. നിങ്ങൾ എന്തുവാ പ്രതീക്ഷിക്കുന്നത്? എൻ്റെ അമ്മായച്ചൻ പറഞ്ഞിട്ടുണ്ട്, അമ്മാച്ചൻ പറഞ്ഞിട്ടുണ്ട്, ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്, ഈ ഇതെല്ലാം ഒന്ന് വിറ്റുപെറുക്കിയാൽ അവസാനം എവിടുന്നേലും ഒക്കെ ഞാൻ ഒപ്പിച്ചേരാം. ആ സിസ്റ്റത്തിൽ നിന്ന് പുറത്തു വാ. എന്നിട്ട് വീടിന്റെ പുറത്തിറങ്ങിയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നോക്ക്, ഏതെങ്കിലും ഒരു കാക്ക വരുന്നുണ്ടോ നോക്ക്, ഏതെങ്കിലും ദൂതന്മാര് വരുന്നുണ്ടോ നോക്ക്. ഇങ്ങനെ വിശ്വസിക്കും നിങ്ങൾ. ഒരു സാധാരണ വ്യക്തിയിൽ നിന്നും ഒരു സൂപ്പർ നാച്ചുറൽ എബിലിറ്റി ഉള്ള ഒരു പേഴ്സണിലേക്ക് നിങ്ങൾ ട്രാൻസ്ഫോം ചെയ്യണം. നിങ്ങൾ ആ സമയത്ത് ഒരു രൂപാന്തരത്തിലേക്ക് വന്നാൽ നമ്മുടെ സിസ്റ്റത്തിന്റെ അകത്തൊന്ന് വ്യത്യാസം വരും. ഇവിടെ നിങ്ങൾ നോക്കിയേ, മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനം, നമുക്ക് ഉൽപ്പത്തി, പുറപ്പാട്, ആവർത്തനം ഒക്കെ പറയുമ്പോൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനത്തോട് തമ്പുരാൻ പറയുകയാണ്, നീ ചെല്ലുന്ന പട്ടണം, എനിക്ക് മറ്റൊരു വാക്യം ഇവിടെ ഉണ്ടായിരുന്നു, നീ ചെന്ന് കൈവശമാക്കാൻ പോകുന്ന പട്ടണത്തിൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു വാക്യമുണ്ട്. എനിക്കൊന്ന് സംഖ്യാപുസ്തകത്തിലാണ് എനിക്ക് തോന്നുന്നത്. ആമേൻ.
അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയേ, ദൈവം തന്റെ ജനത്തോട് സംസാരിക്കുന്ന വാക്ക് നിങ്ങൾ നോക്കിയോണം. അപ്പൊ ഞാൻ നിന്നെ അനുഗ്രഹിച്ചു, നിന്നെ പട്ടണത്തിൽ, അപ്പൊ ദൈവത്തിന്റെ സിസ്റ്റത്തിന്റെ അകത്തോട്ട് ദൈവമക്കളയിലോട്ട് കയറ്റുവാണ്. ദൈവത്തിന്റെ സിസ്റ്റം ദൈവം പഠിപ്പിക്കുകയാണ്. നിങ്ങൾ നോക്കിയാൽ മതി, ഏലിയാവിനോട് പറയുന്നൊരു വാക്കുണ്ട്, അത് നിങ്ങൾ എടുക്കണ്ട, അതിനകത്ത് വായിച്ചാൽ മതി. ഏലിയാവിനോട് ദൈവം കെരീർ തോട്ടിൽ പോകുന്നതിന് മുമ്പ് തന്നെ ദൈവം കാക്കയോട് കൽപ്പിച്ചു, നിന്നെ പോറ്റി പുലർത്തേണ്ടതിന് ഞാനൊരു കാക്കയോട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പറയാ, നിന്നെ സറാഫാത്തിലെ വിധവ, ഞാൻ നിനക്ക് ആഹാരത്തിന് വേണ്ടി സറാഫാത്തിലൊരു വിധവയോട് എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെയൊക്കെ ദൈവത്തിനൊരു സിസ്റ്റം ഉണ്ട് കേട്ടോ. വിശ്വാസികൾ തിരിച്ചറിഞ്ഞോണം, ഏതു സമയത്തും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൂതസംഘം നിറഞ്ഞിരിക്കുന്ന ഒരു രാജ്യത്തിലേക്കാണ് രക്ഷിക്കപ്പെട്ട വിശ്വാസി കയറിയിരിക്കുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞു, നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ വലിയ രോഗസൗഖ്യത്തിന്റെ സാക്ഷ്യം ദിവസവും കേട്ടുകൊണ്ടിരിക്കും അല്ലേ, അത്ഭുത രോഗസൗഖ്യങ്ങള്. ഞാൻ ചോദിച്ചോട്ടെ, മെഡിക്കൽ സയൻസ് കൈവിട്ടിട്ട് പോലും നമ്മൾ സാക്ഷ്യം കേട്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് മെഡിക്കൽ സയൻസിന്റെ അകത്ത് അതിനൊരു മരുന്നില്ല എന്ന് പറഞ്ഞ ഒരു സാക്ഷി നമ്മൾ ഒന്നല്ല പലതവണ സാക്ഷ്യം കേട്ടു പലരുടെയും. അതിൻ്റെ അകത്ത് ഇനി മരുന്നില്ല, ജീവിതകാലം മുഴുവൻ അങ്ങനെ പോകണമെന്ന് പറഞ്ഞ ആൾക്കാർ പറഞ്ഞു. ടെസ്റ്റ് ചെയ്തപ്പോഴേക്കും ഇരിക്കുന്ന മനോജ് ബ്രദറൊക്കെ പറഞ്ഞില്ലേ, ടെസ്റ്റ് നമ്മളെ യൂട്യൂബിൽ ആ സാക്ഷ്യം കിടപ്പുണ്ടല്ലേ, ടെസ്റ്റ് ചെയ്തപ്പോൾ എറണാകുളത്ത് വന്നൊക്കെ അദ്ദേഹം കോട്ടയത്തും ഒക്കെ സാക്ഷ്യം പറഞ്ഞ, ടെസ്റ്റ് ചെയ്തപ്പോൾ ആ രോഗം അവിടെയില്ല. ജീവിതകാലം മുഴുവൻ ആ രോഗമായിട്ട് ജീവിക്കേണ്ട ആൾ, അതിന് മരുന്നൊന്നുമില്ല. പക്ഷേ യേശു അതെടുത്തു മാറ്റി. എവിടുന്ന് അത് കിട്ടുന്നത്? സ്വർഗത്തിലെ ആശുപത്രിയിൽ നിന്ന്, സ്വർഗത്തിലെ ഹോസ്പിറ്റലിൽ നിന്ന് ആരോഗ്യത്തെ അയക്കുന്ന ഒരു ദൈവം. അപ്പൊ ഈ സിസ്റ്റമാണ് നമുക്ക് സാമ്പത്തികമായിട്ട്. ഈ ദിവസങ്ങളിൽ നമ്മൾ ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂവിനെ പറ്റി ഞാൻ പറഞ്ഞത്. സാമ്പത്തിക അനുഗ്രഹം നിങ്ങൾ ആഗ്രഹിക്കുന്നവരുണ്ടോ? അതോ എൻ്റെ ബ്രദറെ, ചിലർ പറയുന്ന പോലെ എനിക്ക് കടമൊക്കെ ഒന്ന് തീർന്നിട്ട് വല്ല കഞ്ഞിയും കുടിച്ചിട്ട് വല്ല വാടക വീട്ടിലും വാടകയും കൊടുക്കാനില്ലാതെ തട്ടിയും മുട്ടിയും ജീവിച്ചു പോയാൽ മതിയോ? അതോ നിങ്ങൾക്ക് ദൈവത്തിന്റെ ധനത്തിനൊത്തവണ്ണം പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും. നോക്കിക്കേ, പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും. വയലിൽ എന്ന് പറഞ്ഞാൽ അന്നത്തെ ബിസിനസ് ആണ് ഈ വയല്. അന്നത്തെ കൃഷിക്കാരെ പറ്റിയാ പറഞ്ഞത്. അപ്പൊ അതിന്റെ അർത്ഥം നിന്റെ കൃഷിയിടത്തോട്ട് ഇനിയിപ്പം വലിയ ഇടിച്ചുകുത്തി മഴ പെയ്തു വന്നാലും വലിയ വെള്ളപ്പൊക്കം വന്നാലും നിന്റെ വയൽ അനുഗ്രഹിക്കപ്പെടും. അതെങ്ങനെ എനിക്കറിയത്തില്ല, അനുഗ്രഹിക്കപ്പെടും. നിന്റെ ഗർഭഫലവും കൃഷിഫലവും അനുഗ്രഹിക്കപ്പെടും. അപ്പൊ ഗർഭഫലം എന്ന് പറഞ്ഞാൽ എൻ്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും അക്കോർഡിംഗ് ടു ഹിസ് റിച്ച്നെസ്. ദൈവത്തിന്റെ ധനമാണ് ഇതെല്ലാം തുറക്കുന്നത്. ഹല്ലേലൂയ. നിന്റെ കന്നുകാലിയുടെ പേരും ആടുകളുടെ പിറപ്പും അനുഗ്രഹിക്കപ്പെടും. നിന്റെ കൊട്ടയും മാവ് കുഴയ്ക്കുന്ന തൊട്ടിയും അനുഗ്രഹിക്കപ്പെടും. ബിസിനസ് എല്ലാം തകർന്നിരിക്കുക ബ്രദർ. ഏതെങ്കിലുമൊക്കെ ഒരു ബിസിനസിന്റെ വാതിലേക്ക് ഒന്ന് തുറന്നാൽ മതിയായിരുന്നു, എവിടെയും ഒന്ന് പിടിച്ചു കയറാൻ ഒരു വഴി തുറന്ന്. എന്തിനാ നിങ്ങൾ കരയുന്നത് ഇങ്ങനെ? ആ ബിസിനസ്സിനോടൊന്ന് പറയണം, ഞാൻ ഈ ബിസിനസിന്റെ അകത്തോട്ട് ദൈവത്തിന്റെ ധനവുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പോവാ. സാധ്യതകൾ തുറന്നു വരും, ആകർഷിക്കപ്പെടും ജനം. നിങ്ങളുടെ ജോലിയിലേക്ക്, ബിസിനസ്സിലേക്ക്, നിങ്ങൾ ചെയ്യുന്ന ഏത് സംരംഭം ആയിക്കോട്ടെ, ഏതൊക്കെ മനുഷ്യൻ പാര വെക്കാൻ നോക്കിയാലും, ഏതൊക്കെ മനുഷ്യൻ തകരാൻ നോക്കിയാലും, കർത്താവിന്റെ വചനം വിശ്വസിച്ച് ആ ദൈവത്തിൽ നിന്നാണ് എനിക്ക് നന്മ വരുന്നെന്ന് ഉറപ്പിച്ചാൽ അവിടെ എന്തുണ്ടാകും? ദൈവത്താൽ അവിടെ സാക്ഷ്യമുണ്ടാകും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ ഒരു വെളിപ്പാട് സ്വോത്രകാഴ്ചയ്ക്ക് ഇടാൻ വേണ്ടി എൻ്റെ ഞാൻ നേരത്തെ സ്വോത്രകാഴ്ച ഇടുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 രൂപയെ കുറച്ച് സ്വോത്രകാഴ്ച ഇടുന്ന പരിപാടി എനിക്ക് പണ്ടേ ഇല്ലായിരുന്നു. 1000 രൂപ കിട്ടിയാലും 10 രൂപ. കാര്യം എന്തുവാ? അത്രയും മതിയല്ലോ. ഈ കണ്ട ബ്രദർമാർക്കെല്ലാം കൊടുക്കുന്ന കാര്യം എന്തുവാ? നമ്മൾ ഈ പൈസ കൊണ്ട് കൊടുത്തിട്ട് എന്തിനാ വെറുതെ പള്ളി? എൻ്റെ ചിന്ത അങ്ങനെയായിരുന്നു. വെറുതെ ബ്രദർമാർ പൊറോട്ട ഇറച്ചി മേടിച്ച് തരാൻ വേണ്ടി ഞാൻ എന്തിനാ 10 രൂപ കൊടുക്കുന്നത്, ഞാൻ എന്തിനാ 100 രൂപ കൊടുക്കുന്നത്? അതുകൊണ്ട് ഞാൻ ഞെക്കി പിഴിഞ്ഞ് എന്ത് ചെയ്യുമായിരുന്നു? കൊടുക്കുമായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി, ദൈവവചനത്തിൽ എനിക്ക് മനസ്സിലായി, എനിക്ക് ഈ ജോലി ചെയ്യുവാൻ ആരോഗ്യം തരുന്ന ആളാരാ? ദൈവ. കർത്താവിന്റെ വചനം ഞാൻ കേട്ടത് കൊണ്ടല്ല എനിക്ക് വിശ്വാസം വന്നത്. ഇത് അനേകര് കേൾക്കുവാൻ ദൈവം എന്നെ അനുഗ്രഹിച്ചതിൻ്റെ അകത്തുനിന്ന് ഞാൻ വിതയ്ക്കുക. ഇന്ന് ഞാൻ സൗഖ്യമായത് ഒരാൾ സുവിശേഷം പറഞ്ഞിട്ടല്ലേ? ആ സുവിശേഷം പറയുവാൻ ഒരാളെ ദൈവം ഒരുക്കിയില്ലേ? ആ വ്യക്തിക്ക് ഞാൻ ആ സുവിശേഷത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യുക? വിതയ്ക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ എൻ്റെ വിതയുടെ അളവിൽ വ്യത്യാസം വന്നു. മറ്റേത് ഞാൻ ബ്രദർമാർക്ക് കൊടുക്കുമായിരുന്നു. ഇപ്പം എനിക്ക് മനസ്സിലായി, ഞാൻ ദൈവരാജ്യത്തിൽ വിതയ്ക്കുകയാണ്. അപ്പൊ ഈ ധനം എവിടുന്ന് വരുന്നു? ദിനവൃത്താന്തത്തിൽ നമ്മൾ നാളെ വാക്യം വായിച്ചായിരുന്നല്ലേ, ഞാൻ കർത്താവെ, ഞാൻ എന്തുള്ളൂ നിങ്കിൽ നിന്ന് വാങ്ങി അങ്ങേക്ക് തരുന്നതാണ് ദശാംശത്തെ പറ്റി പറയുന്നത്. അപ്പൊ എവിടുന്ന ദൈവത്തിൽ നിന്ന് എങ്ങനെയാ അവർ വാങ്ങിക്കുന്നത്? ദിനവൃത്താന്തത്തിൽ നമുക്ക് ആ വാക്യം ഒന്ന് എടുക്കാം അല്ലെ? ദൈവത്തിൽ നിന്ന് എങ്ങനെയാണ് ആ വാക്യം ഒന്ന് ഞാൻ നാളെ ആ വാക്യം എടുത്ത് ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടോ? 29:14 അല്ലേ? ദിനവൃത്താന്തം 1 ദിനവൃത്താന്തം 29:14 അല്ലേ?
ഇതൊന്ന് തുറന്നു വന്നോട്ടെ. ആമേൻ. അപ്പൊ ദൈവത്തിന്റെ അനുഗ്രഹം നോക്കി, ഇവിടെ ഫിലിപ്പിലേഖനത്തിൽ പറഞ്ഞ വാക്ക് നോക്കി, എന്റെ ദൈവമോ നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായും തീർത്തു തരും. അപ്പൊ ക്രിസ്തുവേശുവിൽ പൂർണ്ണമായും തീർത്തു തരുന്ന ഒരു തലമുണ്ട് കേട്ടോ. അപ്പൊ ദൈവം തീർത്തു തരും. ദൈവത്തിനൊരു സിസ്റ്റം ഉണ്ട്. ദൈവത്തിന്റെ സിസ്റ്റത്തിന്റെ അകത്തുനിന്നും ദൈവം എന്ത് ചെയ്യും? എനിക്കത് തീർത്തു തരും. നോക്കിക്കേ, തീർത്തു തരും. എൻ്റെ കൂടെ വിശ്വസിക്കുന്നവരെല്ലാം ഒന്ന് പറയാൻ തയ്യാറാണോ? എൻ്റെ ദൈവം എൻ്റെ സകല ആവശ്യങ്ങളും ക്രിസ്തുവേശുവിൽ തീർത്തു തരുമെന്ന് പറ. ഒന്ന് പറഞ്ഞേ. എന്റെ ദൈവം എന്റെ സകല ആവശ്യങ്ങളും സകല ആവശ്യങ്ങളും പൂർണ്ണമായും ആമേൻ ആമേൻ ആമേൻ. അപ്പൊ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ ദിവസങ്ങളിൽ ഏതെങ്കിലുമൊക്കെ ഒരു ചിട്ടി പിടിച്ചിട്ടോ, ഏതെങ്കിലുമൊക്കെ ഒരു വട്ടി പിടിച്ചിട്ടോ, ഏതെങ്കിലുമൊക്കെ ഒരു മൈക്രോ ഫിനാൻസുകാരൻ നിങ്ങളെ അതൊക്കെ ലോകം ചെയ്യുന്ന, എല്ലാവരും ചെയ്യുന്നതല്ലേ. ഞാൻ പറഞ്ഞത് നിങ്ങളെ ആരെയും കുറ്റപ്പെടുത്തുമല്ലോ. നിങ്ങൾ നാളെ മുതൽ ബ്രദർ പറഞ്ഞു ഇനി അവരെയൊക്കെ അങ്ങ് വെറുത്തോളാനല്ല ഞാൻ ഈ പറയുന്നത്. എല്ലാവരും ചെയ്യുന്നത് പോലെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെങ്കിൽ ദൈവരാജ്യവുമായിട്ട് എന്താ വ്യത്യാസമുള്ളത്? നിങ്ങളുമായിട്ട് എന്നാ വ്യത്യാസമുള്ളത്? അപ്പൊ ഈ വ്യത്യാസം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം തന്നെ പറയുന്നു തൻ്റെ തന്നെ. അപ്പൊ ഞാൻ ഇന്ന് ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ പറയുന്നത് കേട്ടോ. സാമ്പത്തിക അനുഗ്രഹം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കൽ വാങ്ങലുകളെ പറ്റിയൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലേ. അനാവശ്യമായിട്ട് കൊടുക്കൽ വാങ്ങലുകൾ കൊടുക്കരുത്. നിങ്ങൾ ഒരു പൈസ പോലും ദൈവഹിതമല്ലാതെ ഒരു വ്യക്തിക്കും കൊടുക്കരുത്. സ്നേഹമൊക്കെ നല്ലതാണ്. നമുക്ക് പ്രാർത്ഥിക്കണം, കർത്താവേ ഈ ഞാൻ എൻ്റെ ജീവിതത്തിൽ പഠിച്ചത് കേട്ടോ. എനിക്ക് അറിയാവുന്ന ഒരു ബ്രദർ, എൻ്റെ ജീവിതത്തിലെ അനുഭവം വന്ന ഒരു വ്യക്തി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പ്രാർത്ഥനക്കാരനായ ഒരു വ്യക്തിയാണ്. അത് നമ്മൾ ചിലതൊക്കെ പഠിക്കുന്നത് എങ്ങനെയാണല്ലോ. അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ ഞാനൊരു അത്യാവശ്യ സ്ഥലത്ത് നിൽക്കുവാണ്, എനിക്ക് ചെറിയൊരു എമൗണ്ട് ആണ്. അപ്പോൾ അന്ന് എൻ്റെ ഇല്ല എൻ്റെ കൊടുക്കാൻ 2000 രൂപ. അന്ന് എൻ്റെ അടുത്തനോട് ചോദിച്ചു, അയ്യോ ബ്രദറെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഞാൻ പറഞ്ഞു എൻ്റെ ഇല്ല സഹോദര. ആ സമയത്താണ് 2017 14 ഞാൻ പറഞ്ഞു. എന്നോട് പറഞ്ഞു ബ്രദറെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. അപ്പം ഞാൻ എൻ്റെ വേറൊരു സുഹൃത്തിനോട് പറഞ്ഞു, ഞാൻ അദ്ദേഹത്തിൽ നിന്നാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഞാനും ഈ ഒരു കാര്യത്തെ ശ്രദ്ധിക്കുന്നത്. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അപ്പം എൻ്റെ സുഹൃത്ത് ഇതുപോലെ നമ്മളെ അറിയാവുന്ന ബ്രദറാണ്, അദ്ദേഹം അവിടെ വെയിറ്റ് ചെയ്യുവാണ്. അദ്ദേഹം ബാങ്കിൽ ചെന്നപ്പോഴാണ് എന്നോട് പറഞ്ഞു, വീട്ടിൽ ചെന്ന ഉടനെ ബാങ്കിൽ ചെന്നപ്പോഴാണ് പേഴ്സ് എടുക്കാൻ മറന്നുപോയി, എല്ലാം അതിൻ്റെ അകത്താണ്, പൈസ അതിൻ്റെ അകത്താണ്, എനിക്ക് അത്യാവശ്യമാണ്, എന്തോ ബാങ്കിയോ മറ്റേ സ്ഥലത്തെങ്ങാണ്ട് എനിക്ക് ഇവിടെ കൊടുത്തേ പറ്റത്തുള്ളൂ, പെട്ടെന്ന് എൻ്റെ അക്കൗണ്ടിലോട്ട് ഇടാം. എന്തോ പുള്ളി പൈസ മറന്നു, പൈസ വീട്ടിൽ വെച്ച് മറന്നുപോയി, ATM മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് ബ്രദർ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഓർത്തത് ഒന്നും ഇടാമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ഇല്ല. അപ്പം എൻ്റെ കൂടെ വേറെ സുഹൃത്തുണ്ട്, അദ്ദേഹം പറഞ്ഞു ബ്രദറെ ഞാൻ അങ്ങനെ പൈസ പ്രാർത്ഥിച്ചിട്ട് ഞാൻ കൊടുക്കത്തുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ പറയുമല്ലേ സഹോദര, എൻ്റെ ഉറപ്പല്ലേ, അയാൾ നല്ല മനുഷ്യനാ എന്നും പറഞ്ഞു. ബ്രദറെ ഞാൻ അങ്ങനെ കൊടുക്കാറില്ല. എന്നിട്ടും പുള്ളി ഞാൻ പറഞ്ഞ നിർബന്ധത്താൽ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. ഞാൻ പറഞ്ഞു ഉറപ്പായിട്ടോ. പുള്ളി വീട്ടിൽ ചെന്ന ഉടനെ എന്ത് ചെയ്യും തരുമെന്ന് പറഞ്ഞു. വീട്ടിൽ ചെന്ന ഉടനെ പുള്ളി ഫോൺ സ്വിച്ച് ഓഫ് ആയി. പിന്നെ ഞാൻ കാണുന്നത് 2 വർഷത്തിന് ശേഷം വേറൊരു ജില്ലയിൽ വെച്ചാണ് ഈ മനുഷ്യനെ കാണുന്നത്. അപ്പം എൻ്റെ ഫോൺ എടുക്കാറില്ല, ഞാൻ മെസ്സേജ് അയച്ചാൽ നോക്കാറില്ല, ഞാൻ വിളിക്കുമ്പോൾ എല്ലാം സ്വിച്ച് ഓഫ്. അപ്പോൾ 2 വർഷത്തിന് ശേഷം ബ്രദറെ ഞാനത് അങ്ങനെ ഉണ്ട്. അപ്പോൾ മറ്റേ ബ്രദറോട് പറഞ്ഞു, സഹോദര ഞാൻ എപ്പോഴും പറഞ്ഞില്ല, ഞാൻ പ്രാർത്ഥിച്ചിട്ടേ കൊടുക്കത്തുള്ളൂ. കാരണം നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും, അത് ചില ആൾക്കാർ നമ്മുടെ സ്നേഹത്തെ മിസ്യൂസ് ചെയ്യുന്നവരുണ്ട്. അവരൊന്നും തിരിച്ചു തരാൻ വേണ്ടിയൊന്നുമല്ല. ഞാൻ ആരെയും കുറ്റപ്പെടും, നിങ്ങൾ ശ്രദ്ധിച്ച നാളെ പോലും ഇതല്ല പറഞ്ഞു. നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവം തരുന്ന നന്മയാണ്, നഷ്ടപ്പെടുത്തി കളയില്ല. അറക്കാനും മുടിക്കാനും മോഷ്ടിക്കാനുമാണ് പിശാച് വരുന്നത്. നമുക്ക് സ്നേഹമാണ് എല്ലാവരോടും. പക്ഷെ ഓർത്തോണം, അറക്കാനും മുടിക്കാനും മോഷ്ടിക്കാനും വരുന്ന പിശാച് പല രീതിയിൽ വരും നിങ്ങളുടെ ജീവിതത്തിൽ, നമ്മുടെ നന്മകളെ അപഹരിക്കാൻ വേണ്ടി. പ്രാർത്ഥനക്കാരാന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം കൊടുക്കരുത് കേട്ടോ. ഞാൻ ഇന്നാൾ പണ്ട് പറഞ്ഞില്ലേ, ഒരു എറണാകുളത്ത് വെച്ച് സംഭവിച്ച ഒരു കാര്യത്തെപ്പറ്റി പറഞ്ഞില്ലേ. ഒരു വീട്ടിൽ കയറി ഒരു ദേവദാസ ഒരു സുവിശേഷം പറയുന്ന ഒരാളാണ്. അദ്ദേഹം ആ ഭവനത്തിൽ കയറിയിട്ട് എന്ത് ചെയ്തു, സുവിശേഷമൊക്കെ പറഞ്ഞു. അവരുമായിട്ട് നല്ല ഒരു ക്രിസ്തു വിശ്വാസിയല്ല അവർ. അങ്ങനെ യേശുവിൽ വിശ്വസിച്ചു, പ്രാർത്ഥനയും വന്ന് വലിയ സ്നേഹബന്ധം ഉണ്ടായി. എന്നാൽ ആ വ്യക്തിക്ക് ഒരു സാമ്പത്തിക ആവശ്യം വന്നപ്പോഴേക്കും സ്നേഹം കൊണ്ട് ആ വ്യക്തി എന്തെന്നറിയാവോ, സ്വന്തം വീട് പണയപ്പെടുത്തി ബാങ്കിൽ ലോൺ എടുത്ത് കുറേ ലക്ഷം രൂപ ഇദ്ദേഹത്തിന് കൊടുത്തു. ഇദ്ദേഹം എന്ത് ചെയ്തു, ആ പൈസ മേടിച്ച് ദൈവത്തിന് സ്തോത്രം പറഞ്ഞു, അദ്ദേഹത്തിന് നന്ദി പറഞ്ഞു, ഒറ്റ മുങ്ങലെന്ന് തോന്നി. അവസാനം ഈ മനുഷ്യൻ എന്ത് ചെയ്ത്, കടം കയറി ജപ്തിയുടെ വക്കിൽ വിശ്വാസത്തിലേക്ക് വന്ന മനുഷ്യനായിരുന്നു. ആ വ്യക്തി ആത്മഹത്യ ചെയ്യാൻ ഇടയായി തീർന്നു. വീട് നഷ്ടപ്പെട്ടു. ആ നാട്ടിൽ വലിയ. അപ്പം ഞാൻ ഈ പറഞ്ഞത്, ഒരു വ്യക്തിയുടെ ജീവിതം വരെ നശിച്ചിട്ടുണ്ട്. ഈ കൊടുക്കൽ വാങ്ങലുകളാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വളരെ സീരിയസ് ആയിട്ട് ഇതിനെ കാണണം. കൊടുക്കൽ വാങ്ങലുകൾ വളരെ സൂക്ഷിക്കണം. അറക്കാനും മുടിക്കാനും മോട്ടിക്കാനും. ഞാൻ നടന്ന സംഭവമാണിത്, എറണാകുളത്ത് നടന്ന സംഭവമാണ്.
ആമേൻ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് ബിസിനസ്സിലും ജോലി തരുമ്പോൾ ദൈവഹിതമല്ലാത്ത എല്ലാ കൊടുക്കൽ വാങ്ങലുകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ ദൈവഹിതമല്ലാത്തതൊന്നും നമ്മൾ കൊടുക്കുന്നവരാകണം നമ്മൾ. പക്ഷേ അർഹതപ്പെട്ടവരിലേക്ക് എത്തണത്. നമ്മളെ മിസ്യൂസ് ചെയ്യാൻ വേണ്ടി വരും പലതും. അതുകൊണ്ടാണ് ദൈവസന്നിധിയിൽ നമ്മൾ കർത്താവിൻ്റെ സുവിശേഷത്തിന് വേണ്ടിയൊക്കെ കൊടുക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ കർത്താവിൻ്റെ വേലയിൽ സത്യസുവിശേഷം എത്തിക്കുന്നിടത്ത് മാത്രമേ വിതയ്ക്കാവുള്ളൂ. ഒന്ന് നാം ദൈവസന്നിധിയിലാണ് കൊടുക്കുന്നെങ്കിൽ പോലും ശ്രദ്ധിച്ചോണം, സത്യസുവിശേഷം അതായത് ജനങ്ങൾക്ക് വിടുതലുണ്ടാകണം. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വിതയ്ക്കുക. അതാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. കാര്യം ഇതെല്ലാം കൊടുക്കൽ വാങ്ങൽ വലിയൊരു സബ്ജക്റ്റ് തന്നെ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അങ്ങ് പറഞ്ഞ് അങ്ങ് പോവുക കേട്ടോ. ഇടയ്ക്കിൻ്റെ അകത്തെല്ലാം കൊടുക്കൽ വാങ്ങലുകൾ എനിക്ക് ഒരു സബ്ജക്റ്റ് തന്നെ നമ്മൾ എടുക്കുന്നുണ്ട്. അത് ഞാൻ തൊട്ടങ്ങ് പോവുക ഇത്. ഈ ദിവസങ്ങളിൽ ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ആണ് നമ്മൾ കേൾക്കാൻ വേണ്ടി, സാമ്പത്തിക അനുഗ്രഹം. ഞാൻ കഴിഞ്ഞ ദിവസം പ്രാർത്ഥിക്കാൻ വേണ്ടി രാവിലെ വന്ന് ബൈബിൾ എടുത്തപ്പോൾ എനിക്ക് ആദ്യം കിട്ടിയ വാക്യമാണ് ഈ വാക്യം, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം. ദൈവത്തിൻ്റെ ധനം. നിങ്ങളുടെ ജോലിയിൽ, ബിസിനസ്സിൽ, ഏത് മേഖലയിലായിക്കോട്ടെ, ദൈവം നമ്മളെ അനുഗ്രഹിക്കുമ്പോൾ അബദ്ധങ്ങളിൽ പോയി പലരും ചാടും. ഞാനൊരു കാര്യം ഉറപ്പിച്ച് പറയാം, ദൈവം, ചിലരിങ്ങനെ പറയാറുണ്ട്, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ മിറക്കിൾ മണി. ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഒരു സംഭവമാണ് മിറക്കിൾ മണി. നമ്മുടെ അക്കൗണ്ടിൽ ദൈവം പൈസ തരും. നമ്മൾ ഒത്തിരി സാക്ഷ്യം കേട്ടതല്ലേ, ഒത്തിരി ആൾക്കാരുടെ. ചിലർ പറയും 100 കോടി എൻ്റെ അക്കൗണ്ടിൽ വരട്ടെ. വരത്തില്ല. എന്തിനാ അങ്ങനെ ചുമ്മാ വരുന്നത്? ഞാൻ എപ്പോഴും പറഞ്ഞില്ലേ, ദൈവം കർത്താവിന് വേണമെങ്കിൽ, പത്രോസ്ലീഹ പറഞ്ഞു കർത്താവെ ടാക്സ് അടയ്ക്കാൻ കാശില്ല എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് എന്നാ പറഞ്ഞത്? നീ ആ ചൂണ്ട എടുത്തിട്ട് കടലിൽ പോയിട്ട് മീൻ പിടിക്കുക. അക്വേറിയത്തിൻ്റെ നല്ല മീൻ പിടിക്കാൻ പറഞ്ഞത് അല്ലേ? അക്വേറിയത്തിൽ നല്ല മീൻ പിടിക്കാൻ വേണ്ടി പറഞ്ഞത്. പിന്നെയോ തമ്പുരാൻ പറഞ്ഞു നീ പോയിട്ട് കടലിൽ പോയിട്ട് എന്ത് ചെയ്യണം? ചൂണ്ടയിടണം. കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് മീനുള്ള അതിൻ്റെ അകത്ത് മത്തായി 17:27 പോയി പിടിക്കണം. ആദ്യം കിട്ടുന്ന മീൻ്റെ അകത്ത് എന്തുണ്ട്? നിനക്കും എനിക്കും വേണ്ട ചതുർദ്രഹ്മ പണമുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, അത് കൊടുത്ത് അവർ ടാക്സ് കൊടുത്തു. പത്രോസ്ലീഹ പറയാം കർത്താവെ എന്തായാലും കർത്താവ് പൈസ ഇരട്ടിപ്പിച്ചു. എന്നാൽ പിന്നെ നമുക്ക് വണ്ടിക്കാശിനുള്ളതും കൂടെ എന്ത് ചെയ്യായിരുന്നു? അതും കൂടെ ആ മീൻ്റെ വായിക്കകത്ത് വെക്കായിരുന്നു. കണ്ടോ? അപ്പൊ തമ്പുരാൻ പറയുന്നത് നിനക്ക് ഇതല്ലേ ഇപ്പൊ ആവശ്യമുള്ളൂ. എന്നാൽ മറ്റൊരു സ്ഥലത്ത് നമുക്കറിയാം, എലിയാവ് പോയിട്ട് എന്ത് ചെയ്തു? വിധവയുടെ ഭവനത്തിൽ പോയിട്ട് എണ്ണ വർദ്ധിപ്പിച്ചു മിച്ചമുള്ളത് കൊണ്ട് ഉപജീവനം കഴിക്കാൻ വേണ്ടി വിട്ടുകൊടുത്തവർക്ക്. എന്നാൽ മറ്റൊരു ഭാഗത്ത് യേശു എന്ത് ചെയ്തു? 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചിട്ട് 12 കൊട്ട ശേഷിപ്പ് വെച്ചു. അപ്പൊ ഓരോന്നിനും ദൈവത്തിന് ഓരോ പർപ്പസ് ഉണ്ട്. ചിലരുടെ ദൈവം തരും, ചിലരുടെ ദൈവം കുറച്ച് കൊടുക്കത്തുള്ളൂ. കുറച്ചെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഒരളവ് വെക്കും. നിങ്ങളത് എന്തു ചെയ്യുന്നു എന്ന് ദൈവം നോക്കും. ഞാൻ പറഞ്ഞില്ല, ചിലർ പറയും ബ്രദറെ എനിക്ക് സുവിശേഷത്തിന് വേണ്ടി കർത്താവിൻ്റെ നാമത്തിൽ എനിക്ക് എന്ത് ചെയ്യാം, എനിക്ക് ലോട്ടറി അടിച്ചാൽ, എനിക്ക് അറിയുന്ന അച്ഛൻ എപ്പോഴും പറയും ലോട്ടറി അടിച്ചാൽ ഞാൻ കർത്താവ് ഇന്ന് വലിയൊരു സഭാ പ്രാർത്ഥനാ ഹോള് പണിയാൻ വേണ്ടി ഞാൻ കൊടുക്കും. ഇന്നേ വരെ ലോട്ടറി അടിച്ചിട്ടില്ല. 2008 മുതൽ ഞാൻ കേൾക്കുന്നത്, ഇപ്പൊ 2025 ആയില്ല. ഞാനൊരു ദൈവം എന്തുകൊണ്ടാണ് ലോട്ടറി, അദ്ദേഹത്തിന് ആഗ്രഹം എന്ന് ആലോചിച്ച് നോക്കി. എനിക്ക് ലോട്ടറി അടിച്ചാൽ ബ്രദറെ ഞാൻ അടിപൊളി ഒരു ഹോള് പണി, നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ വരാൻ വേണ്ടി. ദൈവം ഇന്നേ വരെ ലോട്ടറി അടിപ്പിച്ചിട്ടില്ല. ദൈവത്തിന് അറിയാം അടിച്ചാലും എന്ത് ചെയ്യത്തില്ല, കൊടുക്കത്തില്ലെന്ന്. കാര്യം സ്വോത്രകാഴ്ച ഇടാൻ പറഞ്ഞാലും ദശാംശം ഇടാൻ പറഞ്ഞാലും ഇതൊക്കെ ബ്രദർമാര് കൊണ്ടുപോകുന്നു പറയുന്ന ആൾക്കാർക്ക് ലോട്ടറി അടിച്ചാൽ എങ്ങനെ ഇരിക്കും? ആമേൻ. ശ്രദ്ധിച്ചോണേ, നമ്മൾ കർത്താവിൻ്റെ നാമത്തിൽ വിതയ്ക്കുക എന്ന് പറയുന്നത് ദൈവം എനിക്ക് തരുന്നതാണ്. ആമേൻ. ഇവിടെ നോക്കി, ദൈവത്തിൻ്റെ ധനമെന്ന് പറയുന്നത്, ഞാൻ സിസ്റ്റത്തിലേക്ക് ഒന്ന് വരാൻ വേണ്ടി പോവാണേ. ഞാനിപ്പം ഇത് പറയുമ്പോൾ തെറ്റിദ്ധാരണകൾക്ക് അകത്തോട്ട് കയറരുത്. പിശാച് നിങ്ങളെ വഞ്ചിക്കാൻ വേണ്ടി ഞാനിത് പറയുന്ന സമയത്ത് എനിക്ക് ഒത്തിരി ചില സുഹൃത്തുക്കൾ എന്നോട് പറയും ബ്രദറെ ഇത് പറയരുത്, ഇത് പറയുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയാം, ആളുകൾക്കിടയിലോട്ട് വേറെ രീതിയിൽ വരും. ഞാൻ എപ്പോഴും പറയുന്നില്ലേ, ദൈവം നിങ്ങളുടെ അക്കൗണ്ടിൽ നന്മ തരും. ഞാൻ പറഞ്ഞല്ലോ, ദൈവം ഏലിയാവിനെ പോലെ കാക്കയെ അയച്ചെന്നിരിക്കും. ഞാൻ മിറക്കിൾ മണി എൻ്റെ ജീവിതത്തിൽ കണ്ടയാളാണ്. എൻ്റെ അക്കൗണ്ടിൽ മിറക്കിൾ, അതായത് മിറക്കിൾ എന്ന് പറഞ്ഞാൽ അത്ഭുതകരമായിട്ട് പൈസ വന്നയാളാണ്. കാര്യം ഞാൻ വിശ്വസിക്കുന്ന എന്നാന്നറിയാവോ, ചിലപ്പം ആരെങ്കിലും കൊണ്ട് തന്നെന്നിരിക്കും എനിക്ക്, ചിലപ്പോൾ എൻ്റെ ജോലിയിൽ വർധന ഉണ്ടായെന്നിരിക്കും, ചിലപ്പം ദൈവം ദൂതന്മാരുടെ കയ്യിൽ കൊടുത്തു വിട്ടെന്നിരിക്കും, ചിലപ്പോൾ എൻ്റെ പോക്കറ്റിൽ, ഞാൻ കണ്ടുകൊണ്ട് എൻ്റെ പോക്കറ്റിൽ പൈസ വന്നിട്ടുണ്ട്, എൻ്റെ പേഴ്സിൽ ഞാൻ വെക്കാത്ത പൈസ വന്നിട്ടുണ്ട്. അങ്ങനെയും ഞാൻ വിശ്വസിക്കുന്നുണ്ട്.
വഴിയെ പോകുമ്പോൾ ചിലപ്പോൾ ദൂതന്മാരൊന്നും കാര്യം നമ്മളെ മാനുഷിക സിസ്റ്റത്തിൽ നിന്ന് പുറത്തു പോവാ നിങ്ങൾ. നമുക്ക് പലപ്പോഴും നമ്മൾ വിശ്വസിക്കുന്നത് മുഴുവൻ എന്തെന്നറിയോ, ഞാൻ ഒത്തിരി ആൾക്കാരെ വിളിക്കും, ബ്രദറെ ഞാൻ മൈക്രോ ഫിനാൻസിൽ വെച്ചിരിക്കുക ബ്രദറെ, അവിടുന്ന് വേഗത്തിൽ കിട്ടാൻ വേണ്ടി ഒന്ന് ബ്രദർ പ്രാർത്ഥിച്ച്. ഞാൻ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? നിങ്ങൾ എലിജിബിൾ ആണെ കിട്ടും അല്ലേ? നിങ്ങളുടെ പേപ്പർ എല്ലാം ക്ലിയർ ആണെങ്കിൽ അത് കിട്ടും. എന്തിനാ അത് പ്രാർത്ഥിക്കുന്നത്? പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണോ? വേണ്ട. അത് കിട്ടിയിട്ടോ അത് അടയ്ക്കാൻ വേണ്ടി, ജോലി കിട്ടാൻ വേണ്ടി ബ്രദർ പിന്നെയും പ്രാർത്ഥിക്കണം. അപ്പോഴാണ് മഴക്കാലം വന്നത്, അപ്പോഴാണ് കോവിഡ് വന്നത്, അപ്പോഴാണ് ആ രോഗം വന്നത്, ഈ അസുഖം വന്നത്, പിന്നെ ഇത് മാറാൻ വേണ്ടി വേറൊരു പ്രാർത്ഥന. അപ്പൊ തുടങ്ങിയത് എവിടുന്നാ? അതിനേക്കാൾ എളുപ്പമല്ലേ സ്വർഗത്തിലെ ധനത്തിനൊത്തവണ്ണം അതൊന്ന് തുറക്ക്. യേശു 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതും പത്രോസ്ലിയ കരമടച്ചതും ഒക്കെ എവിടുന്നാ കിട്ടിയത്? ഏലിയാവ് വിധവയുടെ വനത്തിൽ പോയിട്ട് എവിടെയാണ്? നമ്മൾ കഴിഞ്ഞ ദിവസം മേടിച്ചല്ലോ, ആ ഏലിയാവിന്റെ ശിഷ്യന്റെ ഭാര്യ പറഞ്ഞു, എന്റെ മക്കളെ പിടിച്ചുകൊണ്ട് അടിമയാക്കാൻ വേണ്ടി പോകുന്ന കടക്കാരൻ എവിടുന്ന് കിട്ടിയ കാശ്? എവിടുന്ന് കിട്ടിയ പൈസ? സ്വർഗത്തിലെ ധനത്തിനൊത്തവണ്ണം, അക്കോർഡിംഗ് ടു ഹിസ് റിച്ചസ്. ദൈവത്തിന്റെ ധനത്തിൽ നിന്ന് ഇതെല്ലാം വരുന്നത്. അതുകൊണ്ട് ഏലിയാവിന് എന്നാ കുഴപ്പം? അവിടുത്തെ ആന്റി പറയുക, എലിയാവ് അപ്പച്ച ഈ എണ്ണയെങ്ങാനും എടുത്ത് തീർന്നു വരോ? തീർന്നാ അടുത്ത വരും. ഇപ്പൊ മനസ്സിലായ ഫിനാൻഷ്യൽ ഫ്രീഡം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ ഇല്ല. അയ്യോ ബ്രദറെ, ഈ മാസത്തെ സാലറി അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കടയിൽ അങ്ങോട്ട് പോകാൻ പേടിയാ. എന്തിനാ പേടിക്കുന്നത്? വർദ്ധിക്കുമെന്ന് പറയണം എന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്യരുത്? വാരി വിതറി ചുമ്മാ പൈസ കളയുകയും ചെയ്യരുത്. അയ്യോ ബ്രദറെ, ചിലർ പറഞ്ഞിട്ട് ബ്രദറെ ശമ്പളം കിട്ടും വന്ന് എനിക്ക് പേടിയാ, കാരണം ഇത് ചെലവായിപ്പോ ടെൻഷൻ. എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? ഇത് തന്നെയാണ് അപ്പുറത്തെ വീട്ടിലെ പുള്ളിക്കും വരുന്നത്. നിങ്ങളുമായിട്ട് എന്നാ വ്യത്യാസം? ബൈബിൾ പറയുന്നു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ഒരു വാക്യമുണ്ട്, ഞാനത് എടുത്തില്ലെന്ന്. സമ്പത്തുണ്ടാകുവാൻ ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു വാക്യമുണ്ട്. ആമേൻ. അപ്പൊ ദൈവം എന്ത് ചെയ്യും? ദൈവം നമുക്ക് വെച്ചേക്കുന്ന ഒരു സിസ്റ്റത്തിൽ നിന്നാണ് ഇത് ഈ സപ്ലൈ. നോക്കിയേ, ആ വാക്കിന്റെ കുറച്ചുകൂടെ എനിക്ക് വന്നത് ഇംഗ്ലീഷ് വേർഷൻ വായിക്കുന്നതാണ് കുറച്ചും കൂടെ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി. എനിക്കൊന്ന് ഫിലിപ്പിയ ലേഖനത്തിന്റെ അകത്ത് ആ വാക്യം കുറച്ചും കൂടെ നല്ലത്. എനിക്ക് ഒരു 2-3 പദങ്ങൾ അതിൻ്റെ അകത്ത് കൊടുത്തു. ഒന്ന്, നമ്മൾ മാനുഷിക, എനിക്ക് ആ വാക്ക് എടുക്കുക, സമ്പത്തുണ്ടാകുവാൻ ദൈവം തന്നെ. ഞാൻ ആ വാക്യം ഒന്ന് ശരിക്കും പറഞ്ഞാൽ ഇന്ന് എടുക്കേണ്ടതായിരുന്നു, ആ വിഷയം എടുത്തില്ല. ദൈവം നിന്നെ അനുഗ്രഹിക്കും എന്നുള്ള വാക്യമുണ്ട്. സമ്പത്തുണ്ടാകുവാൻ ഞാൻ നിന്നെ സഹായിക്കുമെന്നൊരു വാക്യമുണ്ട്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഒരു സിസ്റ്റത്തിൽ നല്ല ദൈവം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആ വാക്യം വായിക്കാവേ. ദ ഗോഡ് ഷാൽ സപ്ലൈ ഓൾ യുവർ നീഡ് അക്കോർഡിംഗ് ടു ഹിസ് റിച്ചസ് ഇൻ ഗ്ലോറി ബൈ ക്രൈസ്റ്റ് ജീസസ്. നോക്കിയേ, സപ്ലൈ ഓൾ യുവർ നീഡ്സ്. 127:3 ആണോ? സങ്കീർത്തനം 127:3 ആണോ? നോക്കട്ടെ സിസ്റ്ററെ, ഞാനൊന്ന് നോക്കട്ടെ, ചെക്കിട്ട്. അപ്പൊ ദൈവം എന്ത് ചെയ്യും? ദൈവത്തിന് ഒരു സിസ്റ്റം ഉണ്ട്. ദൈവത്തിന്റെ സിസ്റ്റത്തിന്റെ അകത്തോട്ട് നിങ്ങൾ ദൈവം ഇങ്ങനെ എനിക്ക് വേണ്ടി തുറക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? മാറണം. ആമേൻ. അപ്പൊ ഈ സിസ്റ്റത്തിലോട്ട് വരാത്തോടത്തോളം കാലം എന്നാ സംഭവിക്കുന്ന അറിയാവോ? ദൈവത്തിന്റെ മഹത്വം അനുഭവിക്കാൻ നമുക്ക് പറ്റത്തില്ല. ആമേൻ. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മൾ പലപ്പോഴും നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്നത് മുഴുവൻ ലോകപ്രകാരമുള്ള ഒരു സിസ്റ്റത്തിൽ നിന്നകത്താ. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പിള്ളേരെ പഠിപ്പിക്കാൻ വേണ്ടി വിശ്വസിക്കുന്നത്. എന്ത് ചെയ്യുമ്പോൾ ഞാൻ പലരോടും പറഞ്ഞു വെച്ചിട്ടുണ്ട്, ബ്രദറെ അതൊന്ന് റെഡിയാകാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അതൊക്കെ റെഡിയാകുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യും? എന്തുകൊണ്ട് ദൈവത്തിന്റെ ഞാൻ നിന്നെ അനുഗ്രഹിക്കും എന്ന് ദൈവം പറയുന്നത് നിങ്ങളുടെ കുടുംബ സ്വത്ത് കണ്ടിട്ടല്ല. ഇത് പൊളിക്കാൻ വേണ്ടിയാണ് ദൈവം അബ്രഹാമിനെ വിളിച്ചപ്പോൾ പറഞ്ഞത്, നീ നിന്റെ സകലതും വിട്ടേച്ചിറങ്ങാൻ പറഞ്ഞത്. ഇത് പൊളിക്കാനാ. നമ്മുടെ മനസ്സിലോട്ട് അപ്പൊ അബ്രഹാമിനെ വീട്ടിൽ വെച്ച് അനുഗ്രഹിച്ചിരുന്നേ പറഞ്ഞാനെ, അയ്യോ അത് മറ്റേ എന്താ പറയുന്നത്, വലിയൊരു ബിസിനസ്സുകാരവിടെ വന്നായിരുന്നു, വലിയ ഫ്ലാറ്റുകാർ വന്നു, അവർ അബ്രഹാമിന് കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു, 20 സെന്റ് സ്ഥലം ഉണ്ടായിരുന്നു, അവർ പൊന്നും വിലയ്ക്ക് അത് മേടിച്ചു. അങ്ങനെ അബ്രഹാം ധനികനായി തീർന്നു. അവിടെ അബ്രഹാമിന്റെ തമ്പുരാൻ പറഞ്ഞു, സകലതും വിട്ടേച്ചിങ്ങി വാ, എന്നിട്ട് നീ വിശ്വസിക്ക്, ഞാൻ നിന്നെ അനുഗ്രഹിക്കുക. എവിടുന്ന് കിട്ടും? അബ്രഹാം അന്ന് പോയി പറഞ്ഞു, ദൈവമേ, നമ്മൾ പറയത്തില്ലേ, ഇനി ദൈവം വിചാരിക്കാതെ ഞാൻ രക്ഷപ്പെടത്തില്ല. അബ്രഹാം പറയാൻ തുടങ്ങി. ദൈവം വിചാരിച്ചു. ദൈവത്തിനൊരു സിസ്റ്റത്തിൽ നിന്നാണ് ദൈവം എപ്പോഴും നമ്മളെ അനുഗ്രഹിക്കുന്നത്. ഈ രോഗസൗഖ്യം എങ്ങനെയാ വരുന്നത്?
രോഗസൗഖ്യം എങ്ങനെ പറയുന്നത്? നമ്മൾ എല്ലാ ദിവസവും വരുന്നത് ബ്രദർ ഇവിടെ ഇരുന്നുകൊണ്ട് യേശുവിന്റെ അടിപൊളി സൗഖ്യം പെട്ടെന്ന് നിങ്ങൾ പറയും, ബ്രദറെ എനിക്ക് ആ വേദന കഴിഞ്ഞ സമയം കേട്ടില്ലേ, 18 വർഷമോ 8 വർഷം ഉണ്ടായിരുന്നു, അവർ പറഞ്ഞു കേട്ടില്ലേ, എനിക്ക് ഭയങ്കര ആ വേദനയായിരുന്നു, തേയ്മാനമായിരുന്നു, എൻ്റെ ഇന്ന രോഗമായിരുന്നു, ദേ ഇപ്പം അത് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ദേ ഇപ്പം ആ രോഗം അങ്ങ് മാറി. എവിടുന്ന് വന്നു സൗഖ്യം? ദൈവത്തിന്റെ സിസ്റ്റത്തിൽ നിന്നാ വരുന്നത്, അഥവാ ദൈവരാജ്യത്തിൽ നിന്ന്. ഈ രാജ്യത്തിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത്, ഇവിടുത്തെ രീതിയല്ല അവിടെ. ഞാൻ ഒന്നുകൂടെ പറയാം, ഈ ഇന്ത്യ മഹാരാജ്യത്തോ ലോകത്തിൽ ഏത് രാജ്യത്തോ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് രാവിലെയും വൈകിട്ടും കൊണ്ടുവന്ന് ഒരു കാക്കയും മുടങ്ങാതെ അപ്പോ ഇറച്ചിയും തരത്തില്ല. ഇന്ത്യ മഹാരാജ്യത്ത് ഒരു മീനിന്റെ വായിലും കരകടയ്ക്കാനുള്ള കാശ് വരത്തില്ല. ഇന്ത്യ മഹാരാജ്യത്തു നിന്നല്ല, ഞാൻ ഇന്ത്യ മഹാരാജ്യം പറയുന്നുള്ളൂ കേട്ടോ, ലോകത്തിൽ ഏത് രാജ്യത്തുനിന്നും ആകാശത്തുനിന്ന് ലക്ഷക്കണക്കിന് ജനത്തിന് വേണ്ടിയുള്ള മന്ന എന്ന് പറയുന്ന ആഹാരം വരത്തില്ല. ലോകത്തിലെ ഒരു രാജ്യത്തിൽ നിന്നും ബൈബിൾ പറഞ്ഞതുപോലെ ഓൾ യുവർ നീഡ്സ്, നിന്റെ സകല ആവശ്യവും തീർക്കത്തില്ല. പക്ഷെ ഇവിടെ ദൈവത്തിന്റെ ഒരു സിസ്റ്റം ഉണ്ട്, ഇവിടെ പിശുക്ക് കാണിക്കരുത്. അതുകൊണ്ടാണ് ഞാൻ ഇന്നാൾ പറഞ്ഞല്ലോ, വീടിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞ സമയത്ത് നമ്മളൊരു മെസ്സേജ് ഇട്ടിട്ടാണ് യൂട്യൂബിൽ കിടപ്പുണ്ട്, വീട് ലഭിക്കുന്നത് എങ്ങനെയാന്നുള്ളത്. ഞാനും വിശ്വസിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക, വീടുകൾ തരുമെന്ന് പറഞ്ഞു. എവിടുന്ന്? നീ നട്ട് നനയ്ക്കാത്ത തോട്ടങ്ങൾ നിനക്ക് തരുമെന്ന് പറഞ്ഞു. എവിടെ? നിനക്ക് എത്ര രൂപ വേണം? എനിക്കറിയത്തില്ല. നിനക്ക് ഒരു വീട് തന്നെ പണിതിട്ട് നമുക്ക് പറ്റുന്നില്ലല്ലേ? വീടുകൾ തരും. അപ്പൊ പേടിക്കരുത്, ദൈവം തരുമെന്ന് പറഞ്ഞാൽ അതിനുള്ള വഴികളും വാതിലുകളും വ്യക്തികളെയും ദൈവം തുറക്കും. അത് എങ്ങനെയാന്നുള്ളത് നമ്മൾ ചിന്തിക്കരുത്. പണ്ടൊരു കാര്യം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാവേ. ഞാൻ പണ്ടൊരു ഒരു 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 ദൈവദാസനെ പരിചയപ്പെടാറുണ്ട്. അപ്പോൾ ചില സിസ്റ്റത്തിൽ ആൾക്കാർ അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ഉപദേശങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ചില സിസ്റ്റങ്ങൾ ഈ കുഴപ്പമില്ലെന്ന് ഞാൻ പറഞ്ഞുതരാം. ചില ആളുകൾ ഈ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്, ഒരു ദിവസം അദ്ദേഹം പറഞ്ഞു, ഈ പഠിപ്പീരിൻ്റെ കുഴപ്പം അത് എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങളിങ്ങനെ ദൈവഗീതമല്ലാത്ത ഒരു സഹോദരി, ഒരു അമ്മച്ചിയാണ്. ആ അമ്മച്ചി ഒരു ദിവസം കൊണ്ടുവന്ന്, ഞങ്ങൾ ഭയങ്കരമായിട്ട് പട്ടിണി കിടക്കുക, അപ്പോൾ ഭയങ്കരമായിട്ട് വിശന്നിരിക്കുക. അപ്പം വിശന്നിരിക്കുന്ന സമയത്ത് അവിടെയൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ക്ലീൻ ചെയ്യാനൊക്കെ വരുന്നൊരു അമ്മച്ചിയാണ്, ഇച്ചിരി വയ്യാത്തൊരു അമ്മച്ചിയാണ്. അമ്മച്ചി ഒരു ദിവസം ഇത് അറിഞ്ഞുകൊണ്ടെന്നല്ല, ഒരു ദിവസം അമ്മച്ചിക്ക് ഇങ്ങനെ തോന്നി, ഇറച്ചിയും മീനും മുട്ടയും അതും ഇതുമായിട്ട് അങ്ങോട്ട് വീട്ടിലോട്ട് വന്നു. ഉടനെ അമ്മച്ചി പറഞ്ഞു, ഇത് നിങ്ങൾക്കുള്ളതാ, ദൈവദാസൻ എടുത്തോളാൻ പറഞ്ഞു. ഈ ദേവദാസൻ ഇതെല്ലാം മേടിച്ചിട്ട് അമ്മച്ചി പോയ പുറകെ അതെല്ലാം എടുത്ത് പറമ്പിൽ കളഞ്ഞു. അമ്മച്ചി ഉടനെ അദ്ദേഹം പറഞ്ഞ കാര്യമാണ്, ഒരു വാക്കിങ്ങനെയാണ്, അയ്യോ ഇത് അമ്മച്ചി എവിടെയെല്ലാം പോകുന്ന, അമ്മച്ചി വല്ലോ കൈവശമാണോ ഇതിൻ്റെ അകത്ത് കൊണ്ട് തന്നിരിക്കുന്ന എനിക്കറിയത്തില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങളിതെടുത്ത് പറമ്പിൽ കളഞ്ഞു, ദൈവത്തിന് സ്തോത്രം പറഞ്ഞെന്ന് പറഞ്ഞു. എപ്പോഴും ഓർത്തോണം, ഇങ്ങനെയൊക്കെ ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അപ്പം ഇങ്ങനത്തെ ഉപദേശങ്ങളും നമ്മുടെ ഇടയിലുണ്ട്. എപ്പോഴും നിങ്ങൾ ഓർത്തോണം, ദൈവം പല രീതിയിൽ നമ്മളെ സഹായിക്കും, പല രീതിയിൽ ദൈവം വഴി തുറക്കും. നിങ്ങൾ ഈ ദിവസങ്ങളിൽ ചെയ്യേണ്ടത്, സാമ്പത്തികമായി തകർച്ചയിലൂടെ കടന്നു പോകുന്നവർ ചെയ്യേണ്ടത്, നിങ്ങൾ ഇപ്പോൾ ആശ്രയിച്ചിരിക്കുന്ന സകലതും ഒന്ന് മറക്ക്. ബ്രദറെ, ഞാൻ അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഇവിടെ ചോദിച്ചിട്ടുണ്ട്, അവിടെ ചോദിച്ചിട്ടുണ്ട്, ഇവിടെ നോക്കുന്നുണ്ട്, ഇത് നോക്കുന്നുണ്ട്, അത് നോക്കുന്നുണ്ട്. ബിസിനസ് ആണെ പൊളിഞ്ഞു നിൽക്കുവാണ്, ഇനി ഇതിപ്പം അവരോട് ഇവിടെ ഒക്കെ പറഞ്ഞു, അതൊക്കെ നിർത്ത്. എന്നിട്ടൊന്ന് കണ്ണടക്കി, എന്നിട്ട് പറ, എൻ്റെ ദൈവം എൻ്റെ സകല ആവശ്യങ്ങളും മഹത്വത്തോടെ തൻ്റെ ധനം, ഞാൻ ആ വാക്ക് പറയുകയാണെ, തൻ്റെ ധനം. അപ്പൊ ഈ തൻ്റെ ധനം എന്ന് പറയുന്നത് ഇരിക്കുന്നത് ദൈവരാജ്യത്തിലാണ്. ഇതിലോട്ട് കയറാനാണ് യേശുവിനെ കർത്താവും രക്ഷിതാവുമായി നാം സ്വീകരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്താണ് നിങ്ങൾ നിൽക്കുന്നത്. അപ്പൊ ബ്രദറെ, ഇവിടുന്ന് എങ്ങനെയാ വരുന്നത്? കണ്ണടച്ചിട്ട് വിശ്വസിക്കണം, ഏത് വഴിയിലൂടെയും വരും. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ചിലപ്പം നിങ്ങളുടെ അടുക്കളയിലിരിക്കുന്ന അരിക്കലം ചിലപ്പം വർദ്ധിച്ചെന്നിരിക്കും, നിങ്ങളുടെ പേഴ്സിൽ മിറക്കിൾ മണിയായി വന്നെന്നിരിക്കും, നിങ്ങളുടെ ബാങ്കിൽ വന്നെന്നിരിക്കും. അങ്ങനെ 3-4 ലക്ഷം രൂപ വന്നവരുടെ സാക്ഷി നമ്മൾ കോട്ടയത്ത് വെച്ച് കേട്ടായിരുന്നു അല്ലേ? ഏത് രീതിയിലും വേണേ വരാം. ഇങ്ങനെ ചില സിസ്റ്റത്തിലേക്ക് വിശ്വസിക്കുക. ആരുടെയെങ്കിലും നിങ്ങൾ വായ്പ മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കേണ്ടി വരും, പലിശയുടെ ചേർത്ത്. പിന്നെ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. അതിനേക്കാൾ എത്രയോ നല്ലതാണ് മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട അടിമ ജോലി ചെയ്തിരുന്ന ആൾക്കോട് പറഞ്ഞു, ഞാൻ നിന്നെ പാലും തേനും ഒഴുക്കുന്ന ദേശത്തിൽ അവകാശിയാക്കി നിർത്താൻ വേണ്ടി പോവാ. 2 സെന്റ് സ്ഥലം പോലും മേടിക്കാൻ പറ്റാത്തിരിക്കുന്ന ആൾക്കാരുടെ പറയുന്നത് ദൈവം തരും. നന്ദി കർത്താവേ, ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നപ്പ.
വരും ദിവസങ്ങളിൽ നമ്മൾ കൂടുതലൊക്കെ. അപ്പോൾ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ചിന്തകളൊക്കെ ഒന്ന് മാറ്റിവെച്ചേ. 100 കോടി രൂപ എൻ്റെ അക്കൗണ്ടിലോട്ട് മിറക്കിൾ മണി വരണമെന്നൊന്നും പ്രാർത്ഥിക്കല്ലേ. വന്നു കഴിഞ്ഞാൽ ഇന്ന് 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 ഒരു സ്ഥലത്ത് പോലും കർത്താവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി ഒരു പ്രവർത്തനം പോലും ചെയ്യാത്ത ആൾക്കാർ വെറുതെ ആദ്യം നിങ്ങൾ അല്പത്തിൽ വിശ്വസനായിരിക്കും. ആകെ കിട്ടിയതിൻ്റെ അകത്ത് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റി, അങ്ങനെ വിശ്വസിക്കുക. 100 കോടി ഇട്ട് കഴിഞ്ഞാൽ ഒന്നും നിങ്ങൾ ചെയ്യത്തില്ല, അവിടെ ഇരിക്കത്തേ ഉള്ളൂ. നമ്മളിപ്പം നിങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും ചെയ്യ്, വർദ്ധിക്കും നിങ്ങളുടെ ജീവിതത്തിൽ. അല്ലാതെ നമ്മൾ നാളെ മുതൽ അത് കിട്ടാൻ വേണ്ടി ഒന്നും ചെയ്യാൻ നിൽക്കേണ്ട. നിങ്ങൾക്ക് ഇപ്പം ലഭിച്ചിരിക്കുന്നതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞല്ലോ, സുവിശേഷ വേലയൊക്കെ നമ്മൾ കർത്താവിൻ്റെ നാമത്തിൽ വിതയ്ക്കുന്നതും ഒക്കെ ഇതുമായിട്ട് വളരെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എന്നാ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ആരും വിതയ്ക്കരുത് കേട്ടോ. ചില ആൾക്കാരുണ്ട്, ഇത് ബ്രദർ പിടിച്ചോ, എന്തിനാ ബ്രദർ പിടിക്കുന്നത്? മനസ്സിലാക്കണം, ഇത് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ വിതച്ചാൽ ഇതുകൊണ്ട് ഒരാൾക്കെങ്കിലും സുവിശേഷം കേൾക്കാൻ പറ്റും, അതിൻ്റെ അനുഗ്രഹം എനിക്കുണ്ടാകും. ഒരു രോഗിയെങ്കിലും സൗഖ്യമാകുവാൻ ആ പ്രാർത്ഥന കൂട്ടായ്മ സഹായിച്ചുവെങ്കിൽ കർത്താവെ ദൈവം എന്നെ അനുഗ്രഹിച്ചിരിക്കുക. അപ്പോൾ ഈ ദിവസം ചെറിയ ജോലി ആയിക്കോട്ടെ, ഒന്ന് കൈ വെച്ചിട്ട് പറയണം, ദൈവത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം ഞാൻ അനുഗ്രഹിക്കപ്പെടും. ഒന്ന് മറക്കല്ലേ, ദൈവത്തിൻ്റെ ധനമാ കയറേണ്ടത്. ബിസിനസ് എല്ലാം പൊളിഞ്ഞിരിക്കുക ബ്രദറെ. കാര്യം ഒരു മനുഷ്യൻ പോലും കയറുന്നില്ല. കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് ലോക സിസ്റ്റത്തിൽ നിന്ന് എന്തൊക്കെയോ വരുമെന്നാ. യാക്കോബിനെ പറ്റി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ലാബാൻ എന്ന് പറയുന്ന മനുഷ്യൻ പലതവണ വഞ്ചിച്ചു. തൻ്റെ അമ്മായപ്പനാണേ, പലതവണ തന്നെ എന്ത് ചെയ്തു, വഞ്ചിച്ചു. യാക്കോബ് പറഞ്ഞു, ഞാൻ വന്നപ്പോൾ നിനക്ക് അല്പമേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ ഞാൻ നിമിത്തം യഹോവ അങ്ങ് അനുഗ്രഹിച്ചു. കണ്ടോ, അതിനർത്ഥം നിന്റെ കറവ പറ്റിക്കിടന്ന പശുക്കളും ആടുകളും ഒക്കെ നീ അതിനെ അറവുശാലയ്ക്ക് കൊടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തായിരിക്കും ഇരുന്നത് ഞാൻ വരുന്ന സമയത്ത്. പക്ഷെ ഞാൻ വന്നപ്പോൾ എന്നതല്ല, ഞാനൊരു അനുഗ്രഹമാണ്. ഞാൻ ദൈവരാജ്യവുമായി കണക്ട് ചെയ്തേക്കുന്ന ആളാ. സ്വർഗവുമായി എനിക്ക് ബന്ധമുണ്ട്. ഞാൻ കാലുകുത്തിയാൽ കറവ പറ്റിയതാണെങ്കിലും, അത് കഴിഞ്ഞ ദിവസം നമ്മുടെ ഡോക്ടർ സാക്ഷ്യം പറഞ്ഞില്ലേ, ആ പശുവിൻ്റെ കാര്യം പറഞ്ഞില്ലേ, കറവ പറ്റി പോകണമെന്നാണെങ്കിലും കറവ കിട്ടത്തില്ല, കൈ വെച്ചങ്ങ് പ്രാർത്ഥിച്ചു. 2-3 ലിറ്റർ ആയിരുന്നു കിട്ടുന്ന സാധാരണ, അതങ്ങ് വർദ്ധിച്ചു. ഇതാ യാക്കോബ് പറഞ്ഞത്, ഞാൻ നിമിത്തം ദൈവം നിന്നെ അങ്ങോട്ട് വർദ്ധിപ്പിച്ചു. ഇതാ സംഭവം. ആ വീടിൻ്റെ ഭിത്തിയിലൊക്കെ പിടിച്ചിട്ട് പറയാം, ഇടിഞ്ഞു പൊളിനൊക്കെ ഇതൊക്കെ കൊണ്ട് മാറിയിട്ട് ഞങ്ങൾ 2 നില വീട് വെക്കും. അപ്പം ചില കളിയാക്കും, പിന്നെ ദൈവം 2 നില വീട് തരുന്ന ദൈവമാണ്. പിന്നല്ലാതെ 2 നില വീട് കിട്ടിയാൽ എന്നാ ഗുണം? ഞങ്ങൾക്കൊരു പ്രാർത്ഥന വെക്കാം, മുകളിൽ ഒരു ഹോള് പണിയും, ഞങ്ങൾ താഴെ ഒരു ഹോള് പണിയും, എന്നിട്ട് അയൽവക്കത്തിരിക്കുന്ന 10 പേരെ വിളിച്ച് ഞങ്ങളൊരു പ്രാർത്ഥന വെക്കും. കണ്ടോ ഇപ്പൊ വ്യത്യാസം മനസ്സിലായി? 2 നില. അപ്പം 3 നില കിട്ടിയാലോ ഒച്ചിനും കൂടെ വലിയ ഹോള് പണിയും. എന്തിനാ ഹോള് പണിയുന്നത്? ബർത്ത്ഡേ പാർട്ടി വെക്കാൻ വേണ്ടിയല്ല, ഒരു പ്രാർത്ഥന ഞങ്ങൾ വീട്ടിൽ വെക്കും. ഓ എന്തിനാ ബ്രദറെ ദൈവം ഞങ്ങൾക്ക് ഒരേക്കർ സ്ഥലം തന്ന കൃപ? എന്തിനാ ഒരേക്കർ സ്ഥലം? ഞങ്ങൾ എല്ലാ മാസവും ഒരു കൺവെൻഷൻ അങ്ങ് വെക്കും പറമ്പിൽ. ഇപ്പൊ മനസ്സിലായോ? അപ്പൊ ദൈവം എന്തെന്ന് പറയും, തൻ്റെ ധനത്തിനൊത്തവണ്ണം നിങ്ങളെ വിശാലപ്പെടുത്തും. ഹല്ലേലൂയ. അപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്ക് ഈ ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ, ഈ ദിവസങ്ങളിൽ ഈ ഒന്ന് വാക്ക് ഉപയോഗിച്ച് നോക്കുക. ഞാൻ ഉറപ്പായിട്ടും പറയുന്നു, ഫിനാൻഷ്യൽ ഫ്രീഡം, സാമ്പത്തിക നന്മ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകും. ഈ വചനം പറയണം, തൻ്റെ ധനം അവിടുന്ന് അത് വരുന്നത് കേട്ടോ. അത് ചിലപ്പോൾ അപ്പോൾ പ്രതീക്ഷിക്കണം, എങ്ങനെയും വരാം. ഈ സിസ്റ്റത്തിൽ വിശ്വസിക്കരുത്. വെറുതെ ഞാൻ ലോൺ വെച്ചിട്ടുണ്ട്, ബാങ്കുകാർ പറഞ്ഞത് മൊത്തം സിവിലാണ്, പ്രശ്നമാണ്, എല്ലാ ഡോറും അടഞ്ഞു, എല്ലാം തകർന്നു, പക്ഷേ എനിക്കറിയത്തില്ല ബ്രദർ, ആത്മഹത്യല്ല വഴിയില്ല. അവിടെ നിൽക്ക്. സ്വർഗത്തിലെ ധനം എന്നൊന്ന് ഓപ്പറേറ്റ് ചെയ്യും. അവിടുന്ന് വർദ്ധിക്കും. ഇടയ്ക്കിടയ്ക്ക് പേഴ്സിലെ കൈ വെച്ചിട്ടൊന്ന് പറ, ഇടയ്ക്ക് പോയി നോക്ക്, തിരുതരാന്ന് അക്കൗണ്ടൊക്കെ പോയി ചെക്ക് ചെയ്യും. എനിക്കറിയുന്നൊരു സഹോദരി ഇത് പഠിച്ചിട്ട് ആ മകള് 6 പ്രാവശ്യം അക്കൗണ്ട് ചെക്ക് ചെയ്തു. 6-ാമത്തെ 5-ാമത്തെ പ്രാവശ്യം അക്കൗണ്ടിൽ മിറക്കിൾ മണി ദൈവം കൊടുത്തു. ഫീസ് അടയ്ക്കാൻ കാശില്ലായിരുന്നു, 0 ബാലൻസ് ആയിരുന്നു. 1 വെച്ചാൽ 2 എന്ന് പറഞ്ഞ പരിപാടിയല്ല ഞാൻ ഈ പറഞ്ഞ കേട്ടോ. നമ്മുടെ സിസ്റ്റം മാറണം. ദൈവരാജ്യത്തിലേക്ക് നിങ്ങളുടെ സാമ്പത്തിക നന്മകളിലേക്ക് കൊണ്ടുവരണം. സ്വർഗീയ നല്ല പിതാവേ, ഞാനൊരു ദിവസം ഒരു കാര്യം പറയുന്നു. UK എന്നെ കാണുന്നവർ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഉണ്ടെങ്കിൽ UK ഗ്രൂപ്പ് നിങ്ങൾ പ്രെയർ ലൈനിലേക്ക് അയച്ചു തരുന്നതായിരിക്കും. ദൈവം എന്നോട് ഒരു വർഷം മുമ്പ് സംസാരിച്ചതാണ്. അനേക ഇടങ്ങളിൽ UK പല ഭാഗങ്ങളിൽ ഒരു യാത്രയ്ക്ക് വേണ്ടി വിത്ത് വിതയ്ക്കാൻ വേണ്ടി പോകും. നമ്മൾ വിത്ത് വിതയ്ക്കുക എന്ന് പറഞ്ഞാൽ സുവിശേഷത്തിൻ്റെ വിത്ത് വിതയ്ക്കാൻ വേണ്ടി പോവാണ്. അപ്പം മാനുഷിക ചിന്തയിൽ, എൻ്റെ ചിന്തയിൽ ഇട്ടാവട്ടത്തിലൂടെ കറങ്ങാനായിരുന്നു എൻ്റെ മാനുഷിക ചിന്ത വരുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവിൽ ഇട്ടാവട്ടമല്ല കറങ്ങാൻ വേണ്ടി പോകുന്നത്. കാര്യം നമ്മുടെ കപ്പാസിറ്റി അല്ല, ദൈവത്തിൻ്റെ കപ്പാസിറ്റിയാണ്. അപ്പോൾ പല ഇടങ്ങളിൽ കൂടുന്നവരുണ്ടെങ്കിൽ, നിങ്ങൾ പല ഏരിയയിലായിരിക്കും. നമ്മൾ 1-2 തവണ കൂടിയായിരുന്നു. എന്നാൽ പല ഇടങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമുക്ക് ഒരുമിച്ച് കൂടാം. ആഗ്രഹമുള്ളവർ നമ്മൾ വിതയ്ക്കുക എന്ന് പറഞ്ഞാൽ പൈസ വിതയ്ക്കുക എന്നല്ല, സുവിശേഷം വിതയ്ക്കാൻ വേണ്ടി പോവാണ്.
അപ്പം ഈ UK രാജ്യത്ത് നിങ്ങൾ എവിടെയൊക്കെ ഉള്ളവരാണോ നിങ്ങൾ അവിടെ ആളുകൾ കൂടുക, നമ്മുടെ പ്രാർത്ഥന കൂടുന്നവിടെ കൂടുക. ഞാൻ അവിടെ വരുന്നതായിരിക്കും. 3-4 പേരെ ഉള്ളെങ്കിലും മതി, 2 പേരുള്ളതിലും മതി. നമുക്കൊരു ഹോൾ അന്വേഷിക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ ക്രമീകരണങ്ങളെ നമുക്ക് അവിടെ ചെയ്യാം. നമുക്ക് ഒരുമിച്ച് ഒന്ന് ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന രോഗികളായി ഭാരപ്പെടുന്നുണ്ടെങ്കിൽ അത് ഇംഗ്ലീഷുകാരായിക്കോട്ടെ, ഇനി ഏത് രാജ്യക്കാരായിക്കോട്ടെ, ഇന്ത്യക്കാരായിക്കോട്ടെ, മലയാളി ആയിക്കോട്ടെ, ഏതും ആയിക്കോട്ടെ, അവരെ കൂട്ടിക്കൊണ്ട് വരണം. ദൈവം നിന്നോട് സംസാരിക്കും. ദൈവം നിന്നെ തൊടും. ധൈര്യത്തോടെ പറഞ്ഞോണം. അവരെ ദൈവം സൗഖ്യമാക്കുകയും ചെയ്യും. ദൈവം അവരുടെ പ്രവചന ആലോചന ഇടപെടുകയും ചെയ്യും. പ്രൊഫറ്റിക്കൽ ആൻഡ് ഹീലിംഗ് ദൈവം ചെയ്യാൻ വേണ്ടി പോവാണെന്ന് കർത്താവ് സംസാരിക്കുന്നു. അപ്പോൾ ഒന്ന് തയ്യാറാകുക. നിർബന്ധമില്ല കേട്ടോ. നിങ്ങളിപ്പോൾ പറയുന്നു ബ്രദർ വരുന്നുണ്ട്, എനിക്ക് ഒരു കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഈ ദിവസങ്ങളിൽ കൂടുക എന്നൊരു നിയോഗം ദൈവാത്മാവ് തരുന്നുണ്ട്. അപ്പോൾ ആഗ്രഹമുള്ളവർ ഓരോ പട്ടണത്തിലും ഓരോ ദേശത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. എന്നാൽ അതിൻ്റെ അകത്ത് നമുക്ക് വ്യക്തിപരമായി ദൈവം ഇടപെടും. അപ്പോൾ രോഗികളൊക്കെ ഉള്ളവർക്ക് കൂടുക. ഞങ്ങളൊരു പ്രാർത്ഥനയുണ്ട്, ഒരു ബ്രദർ വരുന്നുണ്ട്, നമുക്കൊന്ന് കൂടാം, കൂട്ടിക്കൊണ്ട് വാ. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഓരോ പട്ടണത്തിലും നമ്മൾ കൂടാൻ വേണ്ടി നിയോഗമാണിത്. നിർബന്ധം ഞാൻ എപ്പോഴും എനിക്കിഷ്ടമല്ല ഈ കാളെ കൊണ്ടിരുന്ന പോലെ നിർബന്ധിച്ച് കൊണ്ടിരുന്നത് ആളുകൾ. നിങ്ങൾ വരുന്നത് ആൾക്കാരെ കൊണ്ടിരുന്നത് കുഴപ്പമൊന്നുമില്ല, ബ്രദർ ഒന്ന് വാ. പക്ഷെ വരുന്നത് നമ്മളെപ്പോഴും മനസ്സോടെ ആയിരിക്കണം. കൊണ്ടിരുന്നത് എങ്ങനെ ആയിക്കോട്ടെ, നിങ്ങളിപ്പോൾ ഒരാളെ കൊണ്ടുവരും, ഒന്ന് വാ. ചിലപ്പോൾ അയാളെ കൊണ്ടിരുന്നത് ചിലപ്പോൾ നമ്മൾ നിർബന്ധിച്ചായിരിക്കും വരുന്നത്. പക്ഷെ വരുന്നത് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, പൂർണ്ണ മനസ്സോടെ വരണം. എൻ്റെ കൂടെ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, ബ്രദറെ ഞാൻ അയാളെ കൊണ്ടുവരാം, കൂടെ കൊണ്ടുപോയി, അയാൾക്ക് ഇച്ചിരി രോഗമൊക്കെ ഉണ്ട്, കൊണ്ടുപോയി, യേശു സൗഖ്യമാക്കും. അപ്പം നിങ്ങൾക്ക് UK യിലുള്ളവർ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുക. പെട്ടെന്നൊരു സംഭവമല്ല, വരുന്ന മാസങ്ങളിൽ ക്രമീകരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതിനുള്ളൊരു യാത്രയാണ്. അപ്പോൾ നിങ്ങൾ അത് ഓർത്ത് ഭാരപ്പെടേണ്ട. പ്രത്യേകിച്ച് ഹോൾ റെൻറ്റുകൾ, നിങ്ങളൊരു ഹോൾ അന്വേഷിക്കണം. ചെയ്യേണ്ട ഒരു കാര്യം, ഹോൾ റെൻറ്റ് ഞാൻ കൊടുത്തോളാം, അതൊന്നും നിങ്ങൾ ഭാരപ്പെടുകയൊന്നും വേണ്ട. പിന്നെ ഇനി കൊടുക്കാൻ നിങ്ങൾക്ക് നിയോഗം, പരിശുദ്ധാത്മാവ് പറയുവാണ്, ബ്രദറെ എൻ്റെ ഉള്ളിൽ കർത്താവ് പറയുന്നു ഞാൻ ഈ റെൻറ്റ് കൊടുത്തോളാം എന്ന് പറയുവാണെങ്കിൽ എനിക്ക് ഒരു കുഴപ്പമില്ല. നിയോഗം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം, ഇല്ല ഞാനത് പേ ചെയ്തോളാം. അതിൻ്റെ എല്ലാം എത്ര ഹോളാണെങ്കിലും ഒന്ന് അന്വേഷിക്കുക. എല്ലാം നമുക്ക് ആരാധിക്കാൻ പറ്റുന്ന ഹോളായിരിക്കണം, കഴിവതും കാർ പാർക്കിംഗ് ഒക്കെ പറ്റുന്ന ആയിരിക്കണം. അന്വേഷിക്കുക. നിയോഗം ഉള്ളവർക്ക് അതിൻ്റെ അകത്ത് വിതയ്ക്കാം, ഒരു നിർബന്ധമില്ല. എടുത്ത് പറയുവാണേ, നാളെ ബ്രദർ പറഞ്ഞ് എന്നാൽ പോട്ടെന്ന് പറഞ്ഞ് ചെയ്യരുത്. നിങ്ങൾക്ക് ഹൃദയത്തിൽ തോന്നുന്നവർക്ക് ബ്രദറെ ഞാൻ അതിൻ്റെ ക്രമീകരണം മുഴുവൻ ചെയ്തോളാം എന്ന് പറയുന്നുള്ളവർക്ക് ചെയ്യാം. ഇല്ല എങ്കിൽ അത് മുഴുവൻ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ഞാൻ കൊടുക്കുകയല്ല, ദൈവത്തിന് അതിനകത്തിനൊത്തോണം ഞാനത് ക്രമീകരിച്ചോളാം. അതിൻ്റെ കാര്യങ്ങൾ ഓരോ ഏരിയയിലുള്ളവർ എന്നെങ്കിൽ ഒന്ന് ഗ്രൂപ്പിലോട്ടൊന്ന് ബന്ധപ്പെടുക. നമുക്ക് ഓരോ ഏരിയ ആയിട്ട് തിരിച്ചിട്ട് പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ അടുത്തടുത്തുള്ള നിങ്ങൾക്കറിയാലോ ഇവിടുത്തെ കൗണ്ടികൾ, അങ്ങനെയുള്ളവർക്ക് ഇതിലുമായിട്ട് കണക്ട് ചെയ്യാം. അങ്ങനെ പല ഏരിയയിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. വചനം വിതയ്ക്കാൻ വേണ്ടി പോവാണ്. അത് വളരെ വലിയ ശുശ്രൂഷയാണ്, വിതയ്ക്കുന്ന ശുശ്രൂഷ. ഞാൻ പറഞ്ഞല്ലോ, സുവിശേഷത്തിൻ്റെ ഞാൻ എറണാകുളത്ത് ഞങ്ങൾ അന്ന് വിതച്ച് നിന്ദിക്കപ്പെട്ട് പോയ സ്ഥാനത്താണ് എറണാകുളത്ത് നമുക്ക് ഹോളിൽ ഇരിക്കാൻ ഇടയില്ലാതെ വണ്ണം ഓവർഫ്ലോ ആയിട്ട് കർത്താവ് അനുഗ്രഹിച്ചതെങ്കിൽ കർത്താവിൻ്റെ നാമത്തിൽ ഓരോ ഏരിയയിലും വിതയ്ക്കാൻ വേണ്ടി പോവാണ്. ഇനി നിങ്ങൾ 2 പേരേ ഉള്ളൂ ബ്രദറെ, ഞങ്ങൾക്ക് അത്രേ പറ്റുന്നുള്ളൂ, മതി, നമുക്ക് കൂടാം. ഇനി അതിൽ കൂടുതലുണ്ട് ബ്രദറെ, ഒരു കുഴപ്പമില്ല. പക്ഷെ ഹോൾ എനിക്ക് അവിടെ വന്ന് ഇപ്പം മാഞ്ചസ്റ്റർ ആണെങ്കിൽ എനിക്ക് വന്ന് അന്വേഷിക്കാൻ പറ്റത്തില്ല, വെയിൽസിൽ എനിക്ക് പറ്റത്തില്ല. നിങ്ങൾക്കറിയാം, ഞാൻ നമ്മളുടെ ദൂരം നമുക്കറിയാം, പല ദൂരമുണ്ട്. ലണ്ടനിലാണെങ്കിൽ എനിക്ക് കൂടുതൽ, എനിക്ക് എൻ്റെ ഏരിയ മാത്രമേ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് ഏരിയ അറിയാമല്ലോ, വലിയ കുഴപ്പമൊന്നുമില്ല. ഇത് ബാപ്റ്റിസ്റ്റോ ഏതെങ്കിലും ഹോളുകൾ കിട്ടും നമുക്ക്. അവിടെയൊക്കെ എനിക്ക് വന്നത് വലിയ റേറ്റും ഒന്നും കാണത്തില്ല. നമുക്ക് നല്ല ക്രമീകരണ ഹോളുകളൊക്കെ ഉണ്ട്. അത് നിങ്ങൾ അന്വേഷിക്കുക, നമുക്കതിൽ ക്രമീകരിക്കാം, ഒരുമിച്ച് കൂടാം, നമുക്ക് ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അവിടെയുള്ള ആൾക്കാരെ കൂട്ടിക്കൊണ്ട് വരണം, അവരോട് പറയണം യേശു ഉറപ്പായിട്ടും തൊടും, ഒന്ന് വാ, കർത്താവ് തൊടും. അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥനകൾ നമ്മൾ വരും ദിവസങ്ങളിൽ നടത്തുന്നുണ്ട് അന്യഭാഷയിൽ. അതിനുവേണ്ടിയുള്ള ദേശങ്ങൾക്ക് വേണ്ടി കേരളത്തിലെ കാര്യവും നമ്മൾ ക്രമീകരിക്കുന്നുണ്ട്. അതിൻ്റെ ഡേറ്റ് കൺഫേം അല്ല, ഞാനത് പറയാം. പല പട്ടണങ്ങളിൽ പറയുന്നുണ്ട്. ദൈവ നിയോഗപ്രകാരം നമ്മൾ മുന്നോട്ട് പോവാണ്. അപ്പോൾ കർത്താവ് ഈ സമയത്ത് നിങ്ങൾ പോകുന്നവർക്ക് പോകാൻ കുഴപ്പമൊന്നുമില്ല. ഇനി ഒന്നുകൂടെ അറിയിപ്പുകൾ പറഞ്ഞാണ്. അപ്പോൾ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വൻ കൃപകളാൽ സ്വർഗം നിറയ്ക്കും. ഈ സാലി എന്ന് പേരുള്ള ആണാണ്, പെണ്ണല്ല. സാലി എന്ന് പേരുള്ള ഒരു വ്യക്തിയെ കർത്താവ് എന്നോട് എൻ്റെ ഉള്ളത്തിൽ പറയുകയാണ്. ആ വ്യക്തിയെ ദൈവം തൊടാൻ വേണ്ടി പോകണം. ഞാൻ സാലിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആണാണ്, പെണ്ണല്ല ആള്. ആണിൻ്റെ പേരായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരു പെൺകുട്ടിയെ കർത്താവ് എന്നെ എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കുടുംബത്തിന് വേണ്ടി. ഈ 2 വ്യക്തികൾ, ഈ സാലി എന്ന് പറഞ്ഞ വ്യക്തിയെയും ഈ മകളെയും ദൈവം തൊടുന്നതായിട്ട് പറയുന്നു. സാലി ആണല്ല, പെണ്ണല്ല, ആണാണ്. ഇന്ന് ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ നിമിഷം യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. ദൈവം തൊടാൻ വേണ്ടി പോവാണ്. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിയെ കർത്താവ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന് പറയാൻ വേണ്ടിയാണ് വീട്ടുമായിട്ട്. ആരാ അത്?
പറയാനാണോ മ്യൂട്ട് മാറ്റിയേക്കുന്നത്, അല്ലെങ്കിൽ വെറുതെ നിങ്ങൾ മ്യൂട്ട് മാറ്റിയതാണെങ്കിൽ മ്യൂട്ട് ചെയ്യുക. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ യേശുവിന്റെ നാമത്തിൽ ദൈവം തൊടാൻ വേണ്ടി പോകുന്നു. സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ, യേശുവിന്റെ നാമത്തിൽ ദൈവാത്മാവിന്റെ വലിയ പ്രവൃത്തി ഉണ്ടാകാൻ വേണ്ടി പോകുന്നു. ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. ആമേൻ. ഇന്നലെ ബ്രദർ ഇന്നലെ പരിശുദ്ധ ഹലോ ഇന്നലെ ബ്രദറെ, പറഞ്ഞു. എന്റെ ചേച്ചിയുടെ വീടിന്റെ അടുത്ത് സലി എന്ന് പറഞ്ഞ ഒരു ചേട്ടനുണ്ട്. അതിനൊരു മോൻ. സാലിയ സിസ്റ്ററെ, സാലി എന്നാണ് ഞാൻ അങ്ങനെ വിളിക്കുന്നതായിട്ട് എന്റെ ഉള്ളത്തിൽ കേൾക്കുന്നത്. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സലിയല്ല, സാലി എന്നാണ് വിളിക്കുന്നത്. അയാൾക്കൊരു പെൺകുട്ടിയുണ്ട്. ആ കുടുംബത്തിന് വേണ്ടി ഈ സാലിക്കും പെൺകുട്ടിക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. അവരുടെ ജീവിതത്തിന്റെ അകത്ത് വലിയൊരു അനർത്ഥത്തെ ദൈവം എടുത്ത് മാറ്റാൻ വേണ്ടി പോകുന്നു പറഞ്ഞത്. സിസ്റ്ററെ, പറയാൻ വേണ്ടിയാണോ മ്യൂട്ട് മാറ്റിയേക്കുന്നത്? അങ്ങനെയാണെങ്കിൽ പറയണം, അല്ലെങ്കിൽ നിങ്ങൾ മൈക്ക് മ്യൂട്ട് ചെയ്യണേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇന്നലെ വലിയ കാര്യങ്ങളെ പരിശുദ്ധാത്മാവ് ഇടപെടാൻ ഇടയാത്തുടർന്ന് പകലത്തെ പ്രാർത്ഥനയിൽ കുറേ കാലങ്ങൾ കൂടി പരിശുദ്ധാത്മാവിന്റെ വലിയൊരു എൻകൗണ്ടർ ഉണ്ടാകാൻ ഇടയാത്തുടർന്നു. എനിക്ക് തോന്നുന്നത് ഞങ്ങൾ തുടങ്ങിയ പ്രാർത്ഥന, അന്യഭാഷ പ്രാർത്ഥന, പകല് ഏകദേശം ഒരു 10:30 11 മണിക്ക് തുടങ്ങിയത് ഏകദേശം ഒരു 2 മണിയോളം അടുത്തോളം നീണ്ട രീതിയിൽ വലിയൊരു ദൈവിക ഇടപെടലുണ്ടായി. വലിയ ഒത്തിരി കാര്യങ്ങളെ പ്രത്യേകിച്ച് ദൈവം സംസാരിക്കാൻ ഇടയായി തീർന്നു. അപ്പോൾ ഈ ദിവസം ഒരു കാര്യം മനസ്സിലായി, കർത്താവ് വലിയ എന്തൊക്കെയോ ചെയ്യാൻ വേണ്ടി പോവാ. നന്ദി കർത്താവേ, യേശുവിൻ്റെ നാമത്തെ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവിൻ്റെ വലിയ മഹത്വം ഇന്ന് വെളിപ്പെടുന്നല്ലോ. കർത്താവെ, ഞങ്ങളുടെ കൃപ പെരുകുന്നതിന് നന്ദി പറയുന്നപ്പ. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഒരു ജോയ് തോമസ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ആ വ്യക്തിയുടെ കുടുംബത്തെ കർത്താവ് തൊടുന്നതായിട്ട് ഒരു ജോയ് തോമസ് എന്നാ പറഞ്ഞപ്പെടുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഇന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ, കർത്താവിൻ്റെ വലിയ മഹത്വം ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ വെളിപ്പെടുന്നല്ലോ. നന്മയായി തീരട്ടെ. സകല പ്രതിസന്ധികളും ആ കുടുംബത്തിൽ നിന്ന് തീരട്ടെ. ഇപ്പോൾ ഞങ്ങളത് തുറന്ന് പ്രാർത്ഥിക്കുന്നപ്പ, ദൈവത്തിൻ്റെ കൃപ ആ കുടുംബത്തിൻ്റെ മേൽ പെരുകട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ, ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ, ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. ദൈവം നന്മകളാൽ നടക്കാൻ വേണ്ടി പോവാണ്. സകല പ്രതികൂലങ്ങളും, ഞാൻ വീണ്ടും പറയുന്നു, ആരൊക്കെ നിങ്ങളുടെ നന്മയെ ഒതുക്കാൻ നോക്കിയാലും, എത്ര നന്മയെ ഒതുക്കാൻ പറയണം, എൻ്റെ വരുമാനം സ്വർഗത്തിലെ ധനത്തിൽ നിന്നാണ് വരുന്നത്. എൻ്റെ അക്കൗണ്ടിൽ എനിക്ക് സാലറി ആയിട്ട് വരുന്നതെങ്കിലും ഇത് സ്വർഗത്തിലെ ദൈവം ഇടപെടുന്നത്. അതുകൊണ്ട് പേടിക്കരുത്. ആരെങ്കിലുമൊക്കെ വിരട്ടിയാൽ, ആരെങ്കിലുമൊക്കെ വഴി ഇത് മൊത്തം അടയ്ക്കെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിരിച്ചോണം. എടാ, ദൈവത്തിന്റെ ധനത്തെയാണ് നീ അടയ്ക്കാൻ നോക്കുന്നത്. ആരെങ്കിലും പറയുകയാണെ എന്നിട്ട് ജോലി ഞാൻ തെറിപ്പിക്കും, ജോലി നശിപ്പിക്കും, ബിസിനസ് കുളവാക്കും എന്നൊക്കെ പറയുമ്പോൾ അവൻ മത്സരിക്കാൻ പോകുന്നത് ദൈവത്തിന്റെ ധനത്തിലേക്ക്. അപ്പൊ പേടിക്കൊന്നും വേണ്ട. ഒരു വഴി അടഞ്ഞാൽ തമ്പുരാൻ വേറെ വഴി എനിക്ക് തുറന്നിരിക്കും. എപ്പോഴും ഓർത്തോണേ, ഞാൻ യേശുവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്യും. എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത്. ആലോചന ഇടപെടുന്നവരുന്നുണ്ടെങ്കിൽ മാത്രം, സൂമിലാണെങ്കിൽ മാത്രം നിങ്ങൾ മ്യൂട്ട് മാറ്റുക. ഇനി യൂട്യൂബിലാണെങ്കിൽ ഏറ്റെടുത്താൽ മതി. കർത്താവിന്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പോ, ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ തുറന്ന് പ്രാർത്ഥിക്കുന്നപ്പ, ഞാൻ എൻ്റെ കർത്താവിൻ്റെ ഉള്ളത്തിൽ പറയുന്നു, ഷീജ എന്ന് പറയുന്ന ഒരു വ്യക്തി, അതായത് ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ കൂട്ടുകാരിയാണ് ഷീജ. ഈ വ്യക്തിക്ക് ഞാൻ കാണുന്ന ഒരു കാഴ്ച, ഷീജ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു മകന്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുവാൻ ദൈവം ഒരു വ്യക്തിയെ ഒരുക്കാൻ വേണ്ടി പോവാണ്. നിങ്ങളെ ദൈവം ഷീജയ്ക്കും കുടുംബത്തിനും ഒരു അനുഗ്രഹമാക്കി മാറ്റാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇന്ന് എന്നെ കേൾക്കുന്ന വ്യക്തി, ഷീജയ്ക്ക് ഒരു മകനുണ്ട്. ആ മകനുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയത്തിൻ്റെ മേൽ വലിയൊരു പ്രാർത്ഥനാ സഹായം നിങ്ങളുടെ മുമ്പിലേക്ക് വരും. അവിടെ നിങ്ങൾ പതറിപ്പോരുത്. ആ പ്രാർത്ഥനയാൽ ആ മകനെ വിടുവിക്കുവാൻ ദൈവം ഇടയായി തീരും. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ തുറന്നു പ്രാർത്ഥിക്കുന്നപ്പ, നന്മയായി. ഞാനാണ് എൻ്റെ മകൻ. എനിക്കൊരു മകനുണ്ട്, സജി അബ്രഹാം. യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്ത് വെച്ചിട്ട് കർത്താവ് ഒരു സാക്ഷിയാക്കി മാറ്റും കേട്ടോ. നന്ദി കർത്താവേ, നന്ദി യേശുവേ. അങ്ങയുടെ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പ, വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പ. ഈ ദിവസങ്ങളിൽ കർത്താവ് ഇന്ന് കൊടുക്കൽ വാങ്ങലുകൾ നിമിത്തം ഇന്ന് സാമ്പത്തികമായിട്ട് തകർന്നു പോയ ഒരു ഭവനം, സാമ്പത്തികമായി തകർന്നു പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കർത്താവ് എന്നെ ഒരു ഡേറ്റ് കാണിക്കുകയാണ്. ആ കുടുംബത്തിൻ്റെ അകത്ത് 1993 ജനിച്ച ഒരു തലമുറയെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു കൊടുക്കൽ വാങ്ങൽ നിമിത്തം മൊത്തം
മൊത്തവും താളവും തെറ്റിപ്പോയിട്ട് ഇന്ന് പലരുടെയും നിന്നും റോള് ചെയ്താണ് ജീവിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. 1993 ജനിച്ച ഒരാൺ തലമുറ ആ കുടുംബത്തിൻ്റെ അകത്തുണ്ട്. ആ വ്യക്തി ഇന്ന് എന്നെ കേൾക്കുന്നുവെങ്കിൽ സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ, ഇപ്പൊ തന്നെ പറ, യേശുവിന്റെ നാമത്തിൽ സകല കുരുക്കും ഞാൻ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ എന്ന് പറഞ്ഞ് ബ്രദറെ, അത് ഞങ്ങളുടെ ഭവനത്തിലാ. ഈ പറഞ്ഞ അടയാളം സിസ്റ്ററുടെ ഭവനത്തിലാണോ? അതെ, മോന് യേശുവിൻ 1993 ജനിച്ചത്. ഇന്ന് യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്തു. ഇന്ന് സകല റോളിങ്ങുകളും മാറാൻ വേണ്ടി പോവാണ്. ദൈവം ആ കൊടുക്കൽ വാങ്ങല കേട്ടോ, നിങ്ങളുടെ ജീവിതത്തിൽ ആ കുരുക്കിനെ ഇട്ടത് യേശുവിന്റെ നാമത്തിൽ ഞാനിത് ബ്ലസ് ചെയ്യുന്നപ്പാ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ തുറന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, കർത്താവിന്റെ കൃപ പെരുകുന്നല്ലോ, കൃപ പെരുകുന്നല്ലോ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു കുടുംബത്തെ കാണിക്കുക. റോണി എന്നു പേരുള്ള ഒരു വ്യക്തിയുടെ ഭവനത്തെ ദൈവം തൊടാൻ വേണ്ടി പോവാണ്. റോണി എന്നു പേരുള്ള ഒരു വ്യക്തിയുടെ ഭവനത്തെ യേശുവിന്റെ നാമത്തിൽ ആ കുടുംബത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ച, ഞാൻ ഇങ്ങനെ ഒരു വാക്ക് കേൾക്കുകയാണ്. ആ കുടുംബത്തിൽ ഉണ്ടായ ഒരു മരണം, ആ മരണം നിമിത്തം ഞാൻ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ കുടുംബത്തിന്റെ അകത്തൊരു മരണമുണ്ടായി. ഇപ്പൊ ഉണ്ടായതല്ല, നേരത്തെ സംഭവിച്ചൊരു മരണമാണ്. ആ മരണം പോലെ തന്നെ രോഗാവസ്ഥയിലേക്ക് വന്ന് വീണ്ടും ഒരു മരണം ഉണ്ടാകുമെന്ന് വാദിച്ചു നിൽക്കുന്ന ഒരു ഭവനത്തെ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് തൊടുന്നു. റോണിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ സ്വീകരിച്ചു. ഇന്ന് ആ മരണം നീങ്ങി രോഗശക്തിയെ ഞങ്ങൾ ബന്ധിക്കുന്നപ്പാ. ഇന്ന് കുടുംബത്തിൻ്റെ മേൽ നിന്നും സകല വിധമാകുന്ന അവകാശവാദങ്ങളും തകരട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ വ്യാപാരം എന്ന കുടുംബത്തിൽ വെളിപ്പെടട്ടെ. ഇപ്പോൾ ഞങ്ങളിത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ. റോണിയുടെ ഭവനം സാക്ഷ്യമായി തീരട്ടെ, നന്മയായി തീരട്ടെ. പറഞ്ഞു സിസ്റ്റർ. എന്തോ മരിച്ചുപോയി. ആരാ ഇപ്പൊ പറഞ്ഞത്? കേട്ടില്ലേ സിസ്റ്ററെ? അല്ല, ഇതാരാ? റോണി ആരായിരുന്നു? മോനായിരുന്നു. മോൻ മരിച്ചുപോയി ഒരു ആക്സിഡന്റില്. മോൻ മരിച്ചുപോയി റോണി എന്നുള്ളത്? അതെ. ഞാൻ റോണി എന്നുള്ള മരിച്ചുപോയ മോനല്ല സിസ്റ്ററെ. റോണി ജീവനോടിരിക്കുന്ന റോണിയാണ്. ജീവനോടിരിക്കുന്ന റോണിയും അതോടൊപ്പം തന്നെ ആ കുടുംബത്തിന്റെ അകത്ത് മരണം നടന്നൊരു വീടാണ്. രോഗം വന്നൊരു വ്യക്തി മരണപ്പെട്ടിട്ടുണ്ട്. പെട്ടെന്ന് സംഭവിച്ച മരണമല്ല, കുറെ കാലമായതാണ്. എന്നാൽ അതേ രോഗത്താൽ മരണപ്പെടുമെന്ന് വാദിച്ചു നിൽക്കുന്ന ഒരു ഭവനമാണ്. മരിച്ചുപോയ ആളല്ല, ജീവനോടെയുള്ള ആളാണ്. ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ദൈവം ഇന്ന് ആ ഭവനത്തിന്റെ മേൽ നിന്നും രോഗശക്തിയെ തുടച്ചു മാറ്റുന്ന പറഞ്ഞത്. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഞാനത് റിലീസ് ചെയ്യുന്നു. നന്മയായി തീരട്ടെ, നന്മയായി തീരട്ടെ. ഇപ്പോൾ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അനുഗ്രഹിക്കുന്നപ്പ. ആ കുടുംബം ഇന്ന് എന്നെ കേൾക്കുന്നുവെങ്കിൽ ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോണം. ആ മരണം നീങ്ങി ജീവൻ വെളിപ്പെടാൻ വേണ്ടി പോകുന്നു. നന്ദി യേശുവേ, നന്ദി കർത്താവേ. ഇപ്പോൾ ഞാനത് തുറന്ന് പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവെ, ഞാനൊരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കണം. അത് വീടിന്റെ പുറകോട്ട് ഇങ്ങനെ വാഴത്തോട്ടം എന്ന് പറയാൻ പറ്റത്തില്ല, വാഴകൾ ഇങ്ങനെ നിരന്ന് നിൽക്കുന്ന ഒരു ഭവനമാണ് ഞാൻ കാണുന്നത്. ആ ഭവനം കഴിഞ്ഞ് ആ വാഴ ഉള്ള ഭവനം, അതായത് ബാക്കി വശം കഴിഞ്ഞാൽ കുറച്ചു പുറകോട്ട് പോയി കഴിഞ്ഞാൽ ഒരു അടയാളം കർത്താവ് കാണിക്കുകയാണ്. മിനി എന്നൊരു പേര് കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ പുറകുവശത്തായിട്ട് ഞാൻ കാണുവാണ് മിനി എന്നുള്ളൊരു പേര്. ഒരു വ്യക്തിയുടെ ഭവനത്തെ ദൈവം കാണുവാണ്. എന്നിട്ട് കർത്താവ് ഒരു വാക്ക് പറയുകയാണ്, ആ സ്ഥലം നഷ്ടപ്പെടുത്തുമെന്ന് പറഞ്ഞ് വാദിക്കുന്ന സകല മേഖലകളും ഇപ്പോൾ ആ കുടുംബം വിട്ട് മാറിപ്പോവാന്ന് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ആ കുടുംബം എന്നെ കേൾക്കുന്നത് ഏത് ഇവിടെ ആയിക്കോട്ടെ, അവിടെ ഇരുന്നുകൊണ്ട് പറയണം, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ ആലോചന എടുക്കുന്നത് ഞാൻ നശിച്ചു പോകത്തില്ല, ഞാൻ എൻ്റെ ദൈവത്താൽ സാക്ഷിയായി തീരും എന്ന് വിശ്വസിച്ചു പറഞ്ഞു. ആമേൻ പറഞ്ഞ് ഈ ആലോചന ഏറ്റെടുത്തോണം. യേശുവിന്റെ നാമത്തിൽ ദൈവപ്രവർത്തികൾ കുടുംബത്തിന്റെ അകത്തുണ്ടാകാൻ വേണ്ടി പോവാണ്. ദൈവാത്മാവ് പറഞ്ഞു. ബ്രദറെ, അത് എന്റെ വീടാ. എന്റെ പേര് മിനിയ. ഈ ബ്രദർ പറഞ്ഞ അടയാളൊക്കെ ഉണ്ട് ഇവിടെ. വാഴത്തോട്ടം പുറകോട്ടുണ്ട് വീടിന്റെ. ഇവൻ ഞങ്ങൾ ഈ വീട് വിറ്റ് നശിച്ചു പോകണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ആളുകളാണ് ഈ വീട് ചുറ്റുള്ളത്. യേശുവിന്റെ നാമത്തിൽ അത് വിറ്റുപോകത്തില്ല. അത് അവിടെ തന്നെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും, സാക്ഷിയായിട്ട് മാറും. ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തു. ദൈവം അത്ഭുതം ചെയ്യാൻ വേണ്ടി പോട്ടെ. നന്ദി യേശുവേ, നന്ദി ബ്രദറെ, എന്റെ പേര്
ബ്രദറെ, എന്റെ പേര് മിനിമ. ഞങ്ങളുടെ വീട്ടിലും പുറവശത്ത് വാഴയുണ്ട്. എന്റെ പേര് ഒരേ മിനിമ. അടയാളം ഒരേപോലെ ഉണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. മാർച്ച് മാസത്തിൽ ജനിച്ച ആളാരാ അവിടെ ഉള്ളത് ആ കുടുംബത്തിൽ? മാർച്ച് മാസത്തിൽ ജനിച്ചുള്ള ആളാ ആ എന്റെ കുടുംബത്തിലുള്ള ആരാണ്? എന്റെ രണ്ട് മക്കളും രണ്ടുപേരും മാർച്ച് മാസമാ. കേൾക്കുന്നുണ്ടോ? മാർച്ച് മാസം ജനിച്ച ആരാ? ഈ പറഞ്ഞ വീടിന്റെ പുറകില് വാഴത്തോപ്പുള്ള മിനി എന്നുള്ള മാർച്ച് മാസത്തിൽ ജനിച്ച വ്യക്തി ഉള്ളത് ആരാണോ, അപ്പൊ പറഞ്ഞത് ആരാണോ? കേക്കത്തില്ല. ആദ്യം പറഞ്ഞ മീനിലെ വീട്ടില് മാർച്ച് മാസത്തിൽ ആരുമില്ലേ ബ്രദറെ? മാർച്ച് മാസത്തിൽ ഇപ്പൊ പറഞ്ഞ ആരാ ഉള്ളത്? ഇപ്പൊ എന്റെ വീട്ടിലില്ല. സ്തോത്രം പാസ്റ്റർ, ഒരു മിനിറ്റ് ഒരുമിച്ച് പറയാം. മിനിയാണ് എന്റെ പേര്. എന്റെ പേര് മിനി എന്നാണ്. ഞാൻ മാർച്ച് മാസത്തിലുള്ളതാണ് പാസ്റ്റേ. ഈ പറഞ്ഞ അടയാളം മൊത്തം സിസ്റ്റർ കേട്ടായിരുന്നോ? കേട്ട് പാസ്റ്റേ. ബാക്കിൽ വാഴയുണ്ട്. ഇപ്പൊ ഒരു ബാക്ക് സൈഡിൽ വാഴയുണ്ട്. അതെ, ഞാൻ മാർച്ച് മാസത്തിലുള്ളതാണ്. യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. കർത്താവ് ഇന്ന് അതിന്റെ മേൽ സാക്ഷ്യമാക്കാൻ വേണ്ടി പോവാണ്. ദൈവത്തിന്റെ പ്രവൃത്തിയെ കർത്താവ് ചെയ്യും. യേശുവിന്റെ നാമത്തിൽ ഒരേ ആലോചന ഒരേപോലെ വരുന്നവർ ഏറ്റെടുത്തോണം. ദൈവം ഇന്ന് അതിന്റെ മേൽ ഇടപെടും. നന്ദി കർത്താവേ. ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ഓരോ വ്യക്തികളുടെ മേൽ സംഭവിക്കട്ടെ. ഈ ദിവസങ്ങളിൽ സാമ്പത്തിക കുരുക്കുകൾ പൊട്ടട്ടെ. എന്നിട്ട് ആ പേഴ്സൊക്കെ എടുത്തിട്ട് പറയണം, ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ കർത്താവ് തൻ്റെ ധനത്തിനൊത്തവണ്ണം. മറക്കല്ലേ, തൻ്റെ ധനം ഓർത്തോണം. തൻ്റെ ധനം എന്ന് പറഞ്ഞാൽ ഭർത്താവോ ഭാര്യയോ അധ്വാനിച്ചു കൊണ്ടിരുന്ന കാശിനെ പറ്റിയല്ല ഞാൻ ഈ പറയുന്നത്. ദൈവത്തിന്റെ മക്കൾക്ക് ലഭിക്കുന്ന അവകാശത്തെ പറ്റിയ. ഇസ്രായേലിനെ അനുഗ്രഹിച്ച ധനമുണ്ടല്ലോ, അതിന്റെ കാര്യം ഞാൻ ഈ പറയുന്നത്. ഇസ്രായേലിൽ നിന്ന് കൊണ്ടുവന്ന ജനത്തെ അനുഗ്രഹിച്ച ദൈവം ഉണ്ടല്ലോ, ആ ധനത്തെയാണ് പിടിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, വിശ്വസിക്കേണ്ടത്. അതിൽ നിൽക്കുമ്പോൾ എന്ത് ചെയ്യണം? അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത്. സ്വർഗത്തിൽ നിന്ന് ഏത് വഴി വേണേലും, ചിലപ്പോൾ മീൻ്റെ അകത്ത് വന്നെന്നിരിക്കും, ചിലപ്പം പ്രവാചകനെ അയച്ചെന്നിരിക്കും, ചിലപ്പോൾ എന്ത് ചെയ്യും, ദൂതന്മാർ വന്നെന്നിരിക്കും, ഏത് വഴിയും വന്നെന്നിരിക്കും. ഇങ്ങനെ നിങ്ങൾ വിശ്വസിച്ച് നോക്കിക്കൊണ്ടേയിരിക്കണം. അപ്പം നമ്മൾ ആ സിസ്റ്റത്തിൽ നിന്ന് പുറത്തു വരും. ഹാലലൂയ. ബിസിനസ്സെ നോക്കി വേണം ദൈവത്തിന്റെ ധനത്തിനൊത്തോണം. ഇങ്ങനെ തന്നെ പറ, ദൈവത്തിന്റെ ധനത്തോടെ എൻ്റെ ബിസിനസ്സിൽ വർദ്ധിക്കാൻ വേണ്ടി പോവാം. ദൈവത്തിന്റെ ധനത്തിനൊത്തോണം എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ പഠിപ്പിക്കാൻ വേണ്ടി പോവാം. ദൈവത്തിന്റെ ധനത്തിനൊത്തവണ്ണം ഞാൻ വീട് മേടിക്കാൻ വേണ്ടി പോവാം. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും, അത്ഭുതങ്ങൾ തുറക്കുന്നത് കാണാൻ പറ്റും. നന്ദി യേശുവേ, നന്ദി കർത്താവേ. ഞാനൊരു കുടുംബത്തെ കർത്താവ് എന്നെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനൊരു ഡേറ്റ് കർത്താവ് എന്നെ 1994 ഏപ്രിൽ മാസത്തിൽ 2-ാം തീയതി ജനിച്ച ഒരു വ്യക്തിയെ കർത്താവ് ആ കുടുംബത്തിൽ സ്പർശിക്കുന്നതായിട്ട് പറയുന്നു. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ ദൈവപ്രവൃത്തി ആ കുടുംബത്തിൻ്റെ മേൽ, ആ തലമുറയുടെ മേൽ സംഭവിക്കട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ ദൈവശക്തി ഇന്ന് ആ പറയാനുള്ളവരാണെങ്കിൽ മ്യൂട്ട് മാറ്റുക, ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്യണേ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ തുറന്നു പ്രാർത്ഥിക്കുന്നപ്പ അത്ഭുതകരമായ പ്രവൃത്തി ആ കുടുംബത്തിന്റെ മേൽ സംഭവിക്കട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, ഞങ്ങളുടെ കൃപ വ്യാപരിക്കുന്നല്ലോ. ഞങ്ങളുടെ കൃപയാൽ ആ കുടുംബത്തെ അങ്ങ് തൊടുന്നല്ലോ. ഞാനിപ്പോൾ എല്ലാവരും ഒന്ന് ഓൾ മ്യൂട്ട് ചെയ്യുവാണേ. നിങ്ങൾ ആലോചന വന്ന ആളെ ഏറ്റെടുത്താൽ മതി. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ കർത്താവെ നന്ദിയപ്പ. അതോടൊപ്പം തന്നെ കർത്താവിൻ്റെ ഒരു തോമസ് ഫിലിപ്പിന്റെ ഭവനത്തെ ദൈവം തൊടാൻ വേണ്ടി പോകുന്നു. തോമസ് ഫിലിപ്പിന്റെ ഭവനത്തിന്റെ മേൽ കർത്താവ് ഒരു വാക്ക് പറയുകയാണ്. കുടുക്കിയിട്ട് പൊങ്ങാൻ പറ്റാത്ത രീതിയിൽ അടച്ചു വെച്ചതിനെ തമ്പുരാൻ തുറക്കുവാണെന്ന്. ഇപ്പോൾ ഞാനത് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ അതിരുകൾ വിസ്താരമാകട്ടെ. ഈ ദിവസങ്ങളിൽ എതിർത്ത വ്യക്തികൾ ചേതറിയോടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നപ്പോൾ ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവർ രോഗമുള്ള ഭാഗത്ത് കൈയെടുത്ത് വെച്ച് എന്നിട്ട് പറഞ്ഞ്, കർത്താവിൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കും. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ മറന്നു പോകരുത്, ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നൊരു സ്ഥലം ദൈവരാജ്യമാണ്. കൈവച്ചു എന്ന് പറഞ്ഞു, എനിക്ക് അനേകരെ സൗഖ്യമാക്കാനുള്ളവരാ നിങ്ങൾ. ഒന്നും പേടിക്കണ്ട. നിങ്ങളിലൂടെ തളർവാദ രോഗികൾ ചാടി എണീക്കും. നിങ്ങളിലൂടെ കാഴ്ചകൾ പ്രാപിക്കാൻ വേണ്ടി പോകും. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണോ നിങ്ങൾ? നിങ്ങൾക്ക് സൗഖ്യം ലഭിക്കുകയും നിങ്ങൾക്ക് ആരോഗ്യം ലഭിക്കുകയും നിങ്ങൾ അനേകരെ സൗഖ്യമാക്കുന്നവരെ ഞാൻ പറയുന്നതല്ല, ദൈവത്തിൻ്റെ സിസ്റ്റം പറയുന്നതാണ്. അങ്ങനെ ഉള്ളവരാ നിങ്ങൾ. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അത്ഭുതം നടക്കും.
നിങ്ങൾ പ്രാർത്ഥിച്ചാൽ വിടുതലുകൾ നടക്കും. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ബന്ധനങ്ങളാണ്. ഈ നിമിഷം കർത്താവേ, ആ രോഗത്തിന്റെ ശക്തിയെ ഞങ്ങൾ പുറത്താക്കുന്നു. ദുരാത്മാക്കളെ ഞങ്ങൾ ഇപ്പോൾ പുറത്താക്കുന്നു. യേശു ക്രിസ്തുവിന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നല്ലോ. ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പ ദൈവത്തിന്റെ കൃപ ഇന്ന് അവിടെ വ്യാപരിക്കട്ടെ. ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, വിശ്വസിക്കുന്നു. ദൈവാത്മാവെ അങ്ങ് സഹായിക്കുന്നല്ലോ. ദൈവമഹത്വം ഇന്ന് വെളിപ്പെടുന്നല്ലോ. ദൈവാത്മാവിന്റെ ശക്തിയാൽ കർത്താവെ ഞങ്ങളുടെ വലിയ പ്രവൃത്തിക്കായിട്ട് വേർതിരിക്കുന്നപ്പ ഓരോ വ്യക്തികളെയും ഇന്ന് അനുഗ്രഹിക്കുന്നപ്പ ഓരോ വ്യക്തികളെ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ കർത്താവെ അവരുടെ മേൽ രോഗസൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ. അത്ഭുത വിടുതലുകൾ സംഭവിക്കട്ടെ. യേശുവിന്റെ മുറിവിനാൽ ഇന്ന് ആ രോഗങ്ങൾ വിട്ടുമാറട്ടെ. ബ്ലഡിലെ കൗണ്ട്, ഷുഗറും പ്രഷറും ഒന്ന് കൽപ്പിച്ച് എന്നിട്ട് പറ, ജീവിതകാലം മുഴുവനും നേരെ നോർമലായിട്ടിരിക്കും. പറ, നോർമൽ കൗണ്ടിലിരിക്കും, ചലിക്കത്തില്ല. പുതിയ അവയവത്തിന് നന്ദി അപ്പ. പുതിയ അവയവത്തിന് നന്ദി. പുതിയ അവയവത്തിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ പുതിയ അവയവം. കേടായത് റിപ്പയർ ചെയ്യത്തില്ല. മരുന്ന് കഴിച്ച് ഞാൻ മടുത്തു. ഇന്ന് മുതൽ പറ, യേശുവിന്റെ അടിപ്പിണരാൽ എനിക്ക് വന്നിരിക്കുന്നു. തലമുറകളെ ബ്ലസ് ചെയ്യുന്നവരുടെ ഭാവി തുറക്കട്ടെ. ഇപ്പോൾ ഞാൻ യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ ഞാനൊരു വ്യക്തിയുടെ ബാഗിന്റെ അകത്ത് ഈ മഞ്ഞ കളറിലെ ബുക്ക് പോലത്തെ എന്തോ ഒരു സംഭവം മഞ്ഞ കളർ എടുത്ത് കണ്ടുകൊണ്ടിരിക്കുക. ഒരു തലമുറയുടെ ബാഗിലാണ് മഞ്ഞ കളറിലെ. എന്താണെന്ന് എനിക്കറിയത്തില്ല. ആ വ്യക്തി ചെറിയ കൊച്ചല്ല, വലിയ കൊച്ചാണ്. അതിന്റെ ഭാവിയിൽ നോക്കിയിട്ട് കർത്താവ് പറയുന്നു, രാജ്യങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ദൈവമാക്കും. ആ തലമുറയെ വേർതിരിക്കാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ എന്ന് ബ്ലസ് ചെയ്യുന്നപ്പം, ഓ ജീസസ്, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി യേശുവേ. അതോടൊപ്പം തന്നെ കർത്താവിന്റെ ബിറ്റു എന്നു പേരുള്ള ഒരു വ്യക്തിയെ ദൈവം സ്പർശിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാൻ നന്മ തുറന്ന് പ്രാർത്ഥിക്കുന്ന അപ്പ കർത്താവിൻ്റെ ഉള്ളത്തിൽ പറഞ്ഞു, ഐശ്വര്യയുടെ ഭവനത്തെ ദൈവം തൊടാൻ വേണ്ടി പോകുന്നു. ഒരു ഭവനം ദൈവം ഒരുക്കി തരാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാനത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവ് നന്മയായി നിറയ്ക്കുന്നല്ലോ, അനുഗ്രഹമാക്കി മാറ്റുന്നല്ലോ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് നിങ്ങളേവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. നന്മ കൊണ്ട് ദൈവം നിറയ്ക്കട്ടെ. ഈ സമയത്ത് നമുക്ക് സാക്ഷിയുള്ളവരോ ഒരേ ആലോചന ഒരേപോലെ എടുത്തു പറയണ്ട, ഏറ്റെടുത്താൽ മതി. നമുക്ക് ഇന്ന് ഞാൻ കർത്താവിന്റെ നാമത്തിൽ വിതച്ചവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ ദിവസങ്ങളിൽ വിതയ്ക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചോണം, കർത്താവിന്റെ ധനത്തിൽ നിന്നാണ്. പിടിച്ചുപറിയല്ല, പിരിവല്ല, ബ്രദറിന് കൊടുക്കുകയല്ല. ഞാൻ കർത്താവ് എനിക്ക് തന്നതിൻ്റെ അകത്ത് സുവിശേഷം എത്തിക്കുവാൻ വേണ്ടി അനേകർക്ക് ഞാനൊരു വഴിയായി തീരുവാണ്. അതാണ് കർത്താവിന്റെ സുവിശേഷത്തിന് വിതയ്ക്കുന്നത്. ഒരു പിശുക്കും വേണ്ട, ഒന്നും നോക്കണ്ട. ഹൃദയത്തിൽ കർത്താവ് നിങ്ങൾക്ക് തോന്നിപ്പിക്കുന്നവർ വിതയ്ക്കുക. വിതച്ചവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ വിത ഏറ്റവും അനുഗ്രഹമായി തീരും. നിങ്ങളുടെ ജോലിയിൽ, ബിസിനസ്സിൽ തകർന്നു പോകത്തില്ല, വർധനവുണ്ടാകും. എല്ലാ മേഖലയിലും നിങ്ങൾ സാക്ഷ്യമായിട്ട് തീരും. ഞാൻ അനുഗ്രഹിച്ചു എന്ന് പ്രാർത്ഥിക്കുന്ന യേശുവേ, ഇവരോരോ മക്കളെയും അങ്ങ് അനുഗ്രഹിക്കുന്നല്ലോ. അവർ അതിരുകളെ സ്വർഗം വിസ്താരമാക്കുന്നല്ലോ. നന്മയാക്കി മാറ്റുന്നതിന് നന്ദി പറയുന്നു യേശുവിന്റെ നാമത്തിൽ. അപ്പോൾ ഈ ദിവസങ്ങളിൽ ആ ചെറിയ ജോലി ആയിക്കോട്ടെ, ആ ചെറിയ പച്ചക്കറി ആയിക്കോട്ടെ, ചെറിയ ബിസിനസ് ആയിക്കോട്ടെ, ഇങ്ങനെ പറ, ദൈവത്തിന്റെ ധനം മറന്നുപോലെ, ദൈവത്തിന്റെ ധനത്തിനൊത്തവണ്ണം ഞാൻ വർദ്ധിക്കും. ഈ ഒറ്റ വാക്ക് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഇനി കടഭാരത്തിന്റെ അകത്തിരിക്കുന്നവരുള്ള ദൈവത്തിന്റെ ധനം എൻ്റെ കുടുംബത്തിൽ വരും. ദൈവത്തിന്റെ ധനം എൻ്റെ അക്കൗണ്ടിൽ വരും. ദൈവത്തിന്റെ ധനത്താൽ ഞാൻ സാക്ഷിയായി തീരും. ഉറപ്പായിട്ടും പറയുന്നു, ഞാൻ അനുഭവസ്ഥനാണ്. അനേക അനുഭവസ്ഥരാണ്. നിങ്ങളുടെ മുമ്പിൽ മിറക്കിൾ മണികൾ തുറക്കും. ഗോഡ് ബ്ലസ് യു. സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ മ്യൂട്ട് മാറ്റി പറയാം. ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ഞാൻ ഒരാൾ മ്യൂട്ടാക്കുമ്പോൾ മറ്റൊരാളെ, ഒരു മിനിറ്റ് സിസ്റ്റർ, ഞാൻ ഒരാളെ മ്യൂട്ടാക്കുമ്പോൾ മറ്റൊരാളെ എല്ലാവരും ഒരാൾ പറയുമ്പോൾ ഞാൻ ബാക്കി ആൾക്കാരെ മ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഒരേപോലെ സൗണ്ട് വന്ന ക്ലാഷ് ആവും. അതുകൊണ്ട് വെയിറ്റ് ചെയ്യുക. സാക്ഷ്യമുള്ളവരെ പറഞ്ഞു സിസ്റ്ററെ. ബാഗിനകത്ത് മഞ്ഞ സ്ലിപ്പുകൾ പോലെ കിടക്കുന്നുണ്ട് പറഞ്ഞു. അത് എന്റെ ബാഗിനകത്താണ് മഞ്ഞ സ്ലിപ്പുകൾ കുറെ ഉണ്ട്. ആ തലമുറയെ ദൈവം ഭാവിയെ തുറക്കാൻ വേണ്ടി പോവാന്ന് പറഞ്ഞത് യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്തോണം കേട്ടോ. ദൈവം അത് സാക്ഷിയാക്കും. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? ഐശ്വര്യയുടെ ഭവനത്തെ ദൈവം പറഞ്ഞില്ല ബ്രദറെ. അതെന്റെ ഒരു ഭവനം ദൈവം തരാൻ വേണ്ടി പോവാന്ന് പറഞ്ഞത്. അതെ സിസ്റ്ററെ, ഒരു ഭവനം ലഭിക്കാൻ വേണ്ടി പോവാൻ, ദൈവത്താൽ ഒരു ഭവനം ലഭിക്കാൻ വേണ്ടി പോവാന്ന് പറഞ്ഞത്. കർത്താവ് തുറക്കാൻ വേണ്ടി പോവാ കേട്ടോ. ഞാൻ ഏറ്റെടുക്കുന്നു. എന്റെ മകളാണ് ഐശ്വര്യ. യേശുവിനെ നാഥ ഏറ്റെടുത്ത് സിസ്റ്ററെ, കർത്താവ് അത് സാക്ഷിയാക്കും. ആമേൻ.
ആമേൻ. ആമേൻ. സ്തോത്രം പാസ്റ്റേ. എന്റെ പേര് മിനി എന്നാണ് പാസ്റ്റേ. ഉം. എന്റെ ഭർത്താവ് 3 വർഷത്തിന് മുമ്പ് ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കെട്ടിടത്തിന്റെ ഉയർന്ന് വീണ് സ്പൈനൽ കോഡ് നിഷേധമേറ്റ് ഇങ്ങനെ സ്തംഭിച്ച് കിടപ്പിലാണ്. പ്രാർത്ഥിക്കണം പാസ്റ്റേ. കൈയോടെ വെച്ച് ഫസ്റ്റ് എന്നിട്ട് യേശുവിന്റെ നാമത്തിൽ ഇപ്പൊ പറഞ്ഞോണം, കർത്താവിന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. എന്റെ ഭർത്താവ് ഓടി നടക്കും. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ സാക്ഷിയായിട്ട് മാറും. കർത്താവ് ഈ മകന്റെ വേദന ക്രൂശിൽ അനുഭവിച്ചതാണ്. കർത്താവിന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. അത് പറഞ്ഞോണം. ആ മനുഷ്യൻ ചാടി ഇരുന്ന് നടക്കും കേട്ടോ. ആമേൻ. ഗോഡ് സ്തോത്രം. ബ്ലസ്. അതെ. ഗോഡ് ബ്ലസ്. ഇന്ന് മുതൽ വ്യത്യാസം കാണും. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. ആമേൻ. സ്തോത്രം. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ, ഞാൻ ഒരു വിഷയം പറഞ്ഞാൽ എന്റെ സന്തതി വംശങ്ങളുടെ പ്രതി അറിയും സിസ്റ്റർ ക്ലിയർ അല്ല. ഞാൻ ബ്രദറോട് പറഞ്ഞായിരുന്നു, എന്റെ മോൾക്ക് ജോലി ഇല്ല നിൽക്കുക, കാനഡയിലായിരുന്നു. അന്നേരം മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞായിരുന്നു, ആ വചനം പറ 61:10 ഈ ജാതികളുടെ സന്തതി വംശങ്ങളുടെ പ്രജ അറിയുന്നുള്ള ആ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ഞാനത് പറഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവത്തിന്റെ കൃപയിൽ അവൾക്ക് ജോലിയായി. ദൈവത്തിന് നന്ദി ആമേൻ. കർത്താവ് തുറന്ന നന്മയ്ക്ക് നന്ദി, രാജ്യങ്ങളുടെ നന്മയ്ക്ക് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു. ശ്രീലക്ഷ്മിയെ ദൈവം അനുഗ്രഹിക്കാൻ പോകുന്നത്. എന്റെ മോളാണ്. അവൾക്ക് കല്യാണമായില്ല, ജോലിയായില്ല. ജോലി ആകാത്തോണ്ട് കല്യാണത്തിനൊന്നും സമ്മതിക്കുന്നില്ല. അപ്പൊ ഞാൻ ആലോചന ഏറ്റെടുക്കുന്നു. കർത്താവ് അത് സാക്ഷിയാക്കി മാറ്റും കേട്ടോ. എന്റെ മോന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അവന്റെ വിദ്യാഭ്യാസത്തിന് ഒരുപാട് തടസ്സമൊക്കെ ഉണ്ട്. ദൈവം അത് അത്ഭുതമാക്കി മാറ്റും. സിസ്റ്ററെ ആലോചന ഏറ്റെടുത്തു കേട്ടോ. ദൈവത്തിന്റെ സാക്ഷിയായിട്ട് തലമുറകൾ മാറും. ഓക്കെ. പ്രൈസ് ലോർഡ് ബ്രദറെ. പേര് ഷൈനി. ബ്രദറെ പറഞ്ഞില്ല ഇപ്പൊ ബാഗിനകത്ത് ഒരു മഞ്ഞ സാധനം കിടക്കുന്നെന്ന്. മഞ്ഞ ഒരു കാർഡാ കിടക്കുന്നത്. അത് എന്റെ ബാഗിലാ ബ്രദറെ. തലമുറയുമായിട്ട് ബന്ധപ്പെട്ടാണ് സിസ്റ്റർ അത് പറഞ്ഞത്. തലമുറയുമായിട്ട് വലിയൊരു അനുഗ്രഹത്തെ ദൈവം തുറക്കാൻ വേണ്ടി പോവാന്ന് പറഞ്ഞത്. കുടുംബത്തില് അത് യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്തോണം കേട്ടോ. ഓക്കെ. ആമേൻ. കർത്താവ് അത് സാക്ഷിയാക്കുന്നുണ്ട്. ആമേൻ. പ്രൈസ് ലോർഡ് ബ്രദറെ. കേൾക്കാമോ? പറഞ്ഞു. ബ്രദറെ, എൻ്റെ പേര് ഷൈനി എന്നാണ്. ഞാൻ 2 ദിവസം കൊണ്ട് വളരെ ഭാരപ്പെട്ടിരിക്കുമായിരുന്നു. എനിക്ക് ഭവനത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ സാമ്പത്തികമായിട്ട് മുന്നോട്ട് ഇനി എങ്ങനെയെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴായിരുന്നു ഇന്നത്തെ വചനം. അതെൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹമായിരുന്നു. തുടർന്ന് മുന്നോട്ടുള്ള ജീവിതത്തിൽ ദൈവം എൻ്റെ ജീവിതത്തിൽ വലിയത് ചെയ്യും, എനിക്ക് വേണ്ടി വലിയ ചെയ്യുമെന്നുള്ള ഒരു ഉറപ്പ് ഇന്നത്തെ വചനത്തിൽ കൂടി എനിക്ക് കേൾക്കുവാൻ ദൈവം ഇടയാക്കി. ആമേൻ. തീർച്ചയായിട്ടും കർത്താവ് ഇനിയും സാക്ഷിവാക്കി മാറ്റും സിസ്റ്ററെ. ഗോഡ് ബ്ലസ് യു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പിന്നെ മകന് പനിച്ചിട്ട് വല്ലാതെ ബുദ്ധിമുട്ട് തളർന്നിട്ടുള്ള. അപ്പൊ അത് തളർന്നിപ്പോ ഉറങ്ങിപ്പോയി. ചുമയും പനിയായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ് 2 ദിവസമായിട്ട്. ഹലോ. കൈവച്ച് സിസ്റ്ററെ ഇപ്പൊ തന്നെ പറഞ്ഞോണം, യേശു ക്രിസ്തുവിന്റെ അടിപ്പിണരുകളാൽ കുഞ്ഞിന് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞോണം. ഇപ്പൊ തന്നെ ആ വ്യത്യാസം കാണും കേട്ടോ. അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പൊ തന്നെ കൊച്ചിന്റെ മേലെ അത് വ്യത്യാസം കാണും. അത്ഭുത സൗഖ്യം ഇപ്പൊ തന്നെ കാണും കേട്ടോ. ഗോഡ് ബ്ലസ് യു. ഇപ്പൊ തന്നെ കാണും യേശുവിന്റെ നാമത്തിൽ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ, തോമസ് ഫിലിപ്പ് എന്ന് പറഞ്ഞ എന്റെ അനിയനാണ്. തോമസ് ഫിലിപ്പ് എന്ന് പറഞ്ഞത് ഏറ്റെടുത്തോ കേട്ടോ. കർത്താവ് എന്ന് തൊടാൻ വേണ്ടി പോവാണ്. ദൈവത്തിന്റെ ഒരു സാക്ഷ്യമായിട്ട് ദൈവം മാറ്റാൻ വേണ്ടി പോവാണ്. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. പിന്നെ ബ്രദർ ബാഗിനകത്ത് കവറാണോ കാർഡാണോ ബ്രദർ? കവർ ആണെങ്കിൽ കാർഡ് നോക്കണം കേട്ടോ. ഓക്കെ. ഹലോ ബ്രദർ. പറഞ്ഞു. ബ്രദറെ, ആ ബാഗിനകത്ത് റേഷൻ കാർഡാ. മഞ്ഞ കാർഡ് സിസ്റ്റർ. റേഷൻ കാർഡല്ല, മഞ്ഞ കളറിൽ ഒരു കാർഡാണ് ഞാൻ കാണുന്നത് ബാഗില്.
ആ കാർഡുള്ള ആ കുടുംബത്തിൽ തലമുറയിനെ ദൈവം രാജ്യങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി തുറക്കാൻ വേണ്ടി പോവാന്ന് പറഞ്ഞത്. അവന്റെ ഭാവിയെ ദൈവം തുറക്കാൻ വേണ്ടി പോകുന്നു. ആൺ തലമുറയാണ് ദൈവം സാക്ഷിയാക്കാൻ വേണ്ടി പോവാന്ന് പറഞ്ഞു കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഹലോ ബ്രദർ, പറഞ്ഞു. എന്റെ മകന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ. ജോലിയില്ലാതെ വിഷമിക്കാണ്. ഒരു പട്ടാളി ഇതുവരെ ഒരു ജോലി ചെയ്തെടുത്തെന്ന് കുറച്ചുനാൾ ചെയ്തിട്ട് തിരിച്ചു പോരും. അങ്ങനെ ഒരു ഇതുണ്ട്. ഇന്ന് മുതൽ പറയണം, എന്റെ തലമുറ നന്മ കാണും, ഞങ്ങൾ അധ്വാനം ഞങ്ങളുടെ തന്നെ ഭക്ഷിക്കും, ഞങ്ങൾ ഭാഗ്യവാൻ. സങ്കീർത്തനത്തിലെ ആ വാക്യം പറഞ്ഞോണം. ഈ ദിവസങ്ങളിൽ തന്നെ നല്ലൊരു ജോലി ദൈവം തുറക്കും കേട്ടോ. ഗോഡ് ബ്ലസ് യു. ഈ സമയത്ത് സാക്ഷിയുള്ളവർ പറഞ്ഞാട്ടെ. സാക്ഷിയുള്ളവർ. ബ്രദർ റോണി എന്ന് പറഞ്ഞൊരു ഇപ്പൊ പറഞ്ഞത് അവരുടെ കുടുംബത്തിലൊരു ഡെത്ത് നേരത്തെ ഉണ്ടായിട്ടുണ്ട്. പുള്ളിയുടെ മദറ് ക്യാൻസറായിട്ട് മരിച്ചുപോയിട്ടുള്ള റോണി എന്ന് പറയുന്ന പഞ്ചാബ് മിഷൻ ടീം ലീഡ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അതായിരിക്കും ആ വ്യക്തിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചോണം. വീണ്ടും അതേപോലൊരു മരണം അതേ രോഗത്താൽ സംഭവിച്ച്, അതായത് മുന്നമേ അതേ രോഗത്താൽ മരിച്ചു പോയതാണ്. വീണ്ടും ആ രോഗം ആ വ്യക്തിയിലേക്ക് പ്രവേശിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ യേശുവിന്റെ നാമത്തിൽ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. രോഗത്താൽ ഇനി മരണപ്പെടാതെ ദൈവത്താൽ അത് സാക്ഷിയായി മാറുമെന്ന് പറയണം. ആ വ്യക്തിയെ അറിയിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ ചെയ്തോണം. ദൈവത്താൽ അത് സാക്ഷ്യമായിട്ട് മാറും കേട്ടോ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തൽക്കാലത്തേക്ക് നമ്മുടെ സാക്ഷ്യം ഇന്ന് സ്റ്റോപ്പ് ചെയ്യുവാണ്. നമുക്ക് സമയപരിമിതി ഉള്ളതുകൊണ്ട് ബാക്കി നമുക്ക് തുറമാനമായിട്ട് പിന്നെയും കേൾക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വലിയ പ്രവൃത്തികളാൽ സ്വർഗം നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. നമുക്ക് പിന്നെയും പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞതുപോലെ അറിയിപ്പുകൾ നിങ്ങളെല്ലാം ശ്രദ്ധിക്കുക. നമുക്ക് ഈ ദിവസങ്ങളിൽ അന്യഭാഷാ പ്രാർത്ഥനയുണ്ട്. ഞാനതിൻ്റെ സമയം നിങ്ങൾക്ക് അറിയിക്കാം. ചിലപ്പോൾ നാളെ ആയിരിക്കാം, അല്ലെങ്കിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വൻ കൃപകളാൽ സ്വർഗം നിങ്ങളെ എല്ലാ മേഖലയും അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് UK യിലുള്ളവർ ഈ ദിവസങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ ഗ്രൂപ്പുകളിൽ ഞാൻ ഓരോ സ്ഥലങ്ങളുടെ ഇതിടുമ്പോൾ നിങ്ങൾ അതിൻ്റെ ഒന്ന് നോക്കുക. നിങ്ങൾ ആ ഭാഗത്തുള്ളവരാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് കൂടാം. വൻ കൃപകളാൽ ദൈവം നിറയ്ക്കും. വലിയ പ്രവൃത്തികളാൽ സ്വർഗം നിറയ്ക്കുവാൻ ഇടയായിത്തീരും. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ കൂടെയുണ്ട്. നമുക്കിന്ന് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാം. മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്ത് നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ. എന്നാൽ